ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എക്സാം തന്നെ അക്കൗണ്ടൻസി ആണ്. അപ്പോൾ അക്കൗണ്ടൻസിക്ക് നമുക്ക് ഫുൾ മാർക്ക് വാങ്ങണം അല്ലേ? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണെങ്കിലും AFS ആണെങ്കിലും നന്നായി പഠിച്ചിട്ട് ഫുൾ മാർക്സ് മേടിക്കണം മക്കളെ. നമുക്ക് റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ വരെയാണ് എക്സാമിന് ഉള്ളത്. 8 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്കിന്റെ എസ്ഐ ക്വസ്റ്റൻ എന്ന് പറയുന്നത് അഡ്മിഷനിൽ നിന്നോ അല്ലെങ്കിൽ റിട്ടയർമെന്റിൽ നിന്നോ ആയിരിക്കാം കേട്ടോ. അല്ലെങ്കിൽ ലോൺ അക്കൗണ്ടും വരാം. ലോൺ അക്കൗണ്ടും ഒരു വട്ടമൊക്കെ എസ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ണറിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. നാളെ ഈവനിംഗിൽ ക്ലാസ് ഉണ്ട്. നാളെ അഡ്മിഷനിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ റിട്ടയർമെന്റ് ആൻഡ് ഡെത്തിൽ നമുക്ക് വരാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. അതുകൂടാതെ ഫസ്റ്റ് ചാപ്റ്ററിലെ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ വരുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണോ? എല്ലാവരും ഉഷാറാണെങ്കിൽ കാണിച്ചു നോക്കട്ടെ. ഓക്കെ, എല്ലാവർക്കും ഭയങ്കര എനർജി ഒക്കെ ഉണ്ട് സാറേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഡെത്ത് തന്നെ ആകട്ടെ. അനു, ബീന ആൻഡ് ചാണ്ടർ, അത് ABC എന്ന് എഴുതിയാലും മതി. A, B and C are partners in a firm, sharing profits in the ratio of 3:2:1. Their balance sheet as on March 31st, 2020 was as follows. Liability side, sundry creditors 3,200, general reserve 12,000, capitals A 20,000, B 20,000, C also 20,000. In asset side, cash in hand 1,200, cash at the bank 2,000, debtors 18,000, stock 14,000, machinery 12,000, buildings 20,000. Okay, total is 75,200. Okay, നിങ്ങൾ ആരെങ്കിലും കോപ്പി ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കൈവശം കാണിച്ച് കോപ്പി ചെയ്യുന്നുണ്ടോ? യെസ്, എങ്കിൽ ഫാസ്റ്റ് ആയിട്ട് കോപ്പി ചെയ്യുക, ടൈം വേസ്റ്റ് ചെയ്യരുത്. അത് റേഷ്യോ എഴുതുക 3:2. ഷോർട്ടാക്കി എഴുതിയാൽ മതി. എയും ബിയും സിയും പാർട്ണർ 3:2:1 ആണ് റേഷ്യോ. എന്നിട്ട് ബാലൻസ് ഷീറ്റ് ഒന്ന് വേഗം കോപ്പി ചെയ്തു. ലയബിലിറ്റി സൈഡിൽ സൺട്രി ക്രെഡിറ്റേഴ്സ് 3,200 കേട്ടോ. വേഗം എഴുതിക്കോ. ജനറൽ റിസർവ് 12,000 രൂപ. ജനറൽ റിസർവ് 12,000 രൂപ. ക്യാപിറ്റൽസ് A 20,000, B 20,000, C ഓൾസോ 20,000 കേട്ടോ. 3 പേരുടെയും 20,000 ആണ് ക്യാപിറ്റൽസ് വരുന്നത്. In asset side, cash in hand 1,200. Cash in hand 1,200 ആണ്. Cash at bank 2,000. Cash at bank 2,000. Debtors 18,000 ആണ്. Stock 14,000. Machinery 12,000. And building 20,000. മക്കളെ ഒന്ന് ഫാസ്റ്റ് ആയിട്ട് കോപ്പി ചെയ്തേ. ആനീഷ് കഴിഞ്ഞോടാ? കഴിഞ്ഞ ആനീഷ്? ആനീഷൊക്കെ ഇന്ന് സ്പീഡായില്ലേ? എല്ലാവരും കോപ്പി ചെയ്ത് കഴിഞ്ഞോ? മക്കളെ നന്നായിട്ട് പ്രസന്റ് ചെയ്യണം കേട്ടോ. അന്നപൂർണ്ണ ഇറങ്ങിപ്പോയത്. ഇന്നലെ എക്സാം കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോയല്ലേ? ആരോട് ചോദിച്ചിട്ട് ഇറങ്ങിപ്പോയത്? അന്നപൂർണ്ണ ഇന്നലെ എക്സാം എഴുതി കഴിഞ്ഞപ്പോ ഇറങ്ങിപ്പോയല്ലേ? കുറച്ചു നേരം അതെന്ത് ബ്രേക്കിന് ഇറങ്ങിപ്പോയത്? ഓ പിന്നെ ആ അരമണിക്കൂർ കൊണ്ട് കുറെ ഉണ്ടാക്കും അവിടെ ഇരുന്നിട്ട് വീട്ടിലിരുന്ന്. അത് പറയാം, ഒരു സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ബ്രേക്കിന് ഇറങ്ങി പോവില്ലേ? അതേപോലെ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലല്ലോ ഇന്നലത്തെ? കേട്ട ആളോടെ ബ്രേക്കിന് ഇറങ്ങിപ്പോയത്. അമ്മ ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. എക്സാമിക്കാ വരുന്നത്. അന്നപൂർണ്ണ ഫുൾ മാർക്കാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് കേട്ടോ. അമ്മ വീട്ടിലിത് പഠിപ്പിക്കണം കേട്ടോ അമ്മ. ഓക്കെ സെറ്റ്. കുറച്ച് ഈയിടെയായിട്ട് ഭയങ്കര ഉഴപ്പാണ് അന്നപൂർണ്ണ. ഓക്കെ മക്കളെ, ക്വസ്റ്റ്യൻ കഴിഞ്ഞല്ലോ. അഡ്ജസ്റ്റ്മെന്റ് തരട്ടെ. ബാലൻസ് ഷീറ്റ് കഴിഞ്ഞോ? കൈവിശി കാണിച്ച ബാലൻസ് ഷീറ്റ് കഴിഞ്ഞാൽ കഴിയാത്തൊരു സ്ക്രീൻഷോട്ട് എടുത്തോ. കഴിയാത്തവരുണ്ടെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്തോ. ബാലൻസ് ഷീറ്റിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തോ കേട്ടോ. കുറെ ടൈം നമുക്ക് തന്നാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം കവർ ചെയ്യാൻ പറ്റില്ല. സോ ബാലൻസ് ഷീറ്റ് സ്ക്രീൻഷോട്ട് എടുത്തില്ല എല്ലാവരും? സാർ അഡ്ജസ്റ്റ്മെന്റ്. ഓക്കെ, ഓൺ ദ ഡേറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ് സി റിട്ടയേഴ്സ് ഫ്രം ദ ഫേം. സി ആണ് റിട്ടയേഴ്സ്. ഓക്കെ, ഇത് എസ്എ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എക്സിക്യൂട്ടീവ്സ് അല്ല, റിട്ടയർമെന്റ് ആണ്. It is agreed to adjust the value of first and liabilities. Reserve 5% on sundry debtors and buildings to be revalued at ₹30,200. Depreciate stock by 5% and machinery by 10%. Prepare revaluation account, partners capital account and balance sheet of Anu and Beena. വേഗം ആയിക്കോട്ടെ മക്കളെ. വേഗം അഡ്ജസ്റ്റ്മെന്റ് കോപ്പി ചെയ്തേ. വേഗം ആവട്ടെ. വേഗം സ്പീഡ് ആവട്ടെ. എല്ലാവരും വേഗം കോപ്പി ചെയ്യാം കേട്ടോ.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. റീവാലുവേഷൻ അക്കൗണ്ട് ആണ് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യാൻ പോണത്. അപ്പൊ റീവാലുവേഷൻ അക്കൗണ്ട്, യെസ് നോക്കാം എല്ലാവരും. റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് എഴുതാം കേട്ടോ. റീവാലുവേഷൻ അക്കൗണ്ട്. ഓക്കെ, റീവാലുവേഷൻ അക്കൗണ്ട് നമുക്ക് രണ്ട് സൈഡ് അറിയാം. ഡെബിറ്റ് സൈഡും ഉണ്ട്, ക്രെഡിറ്റ് സൈഡും ഉണ്ട്. ഓക്കെ, particulars, amount, particulars, amount. യെസ് മക്കളെ, ഇത് തെറ്റാതിരിക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. നമുക്ക് മോളിൽ വേണമെങ്കിൽ ആ ഫോർമാറ്റ് ഒന്ന് വെറുതെ കോപ്പി ചെയ്ത് വെക്കാം അല്ലെ. ഫോർമാറ്റ് എന്താ? അസറ്റ് ഇൻക്രീസ് ചെയ്താൽ എവിടെ വരും? അസറ്റ് ഇൻക്രീസ് ചെയ്ത സൈഡിലാ ക്രെഡിറ്റ് സൈഡില്. അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോഴോ ഡെബിറ്റ് സൈഡില്. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ്, ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ്. പിന്നെ അൺറെക്കോർഡ് അസറ്റ്, അൺറെക്കോർഡ് ലയബിലിറ്റി. എല്ലാവർക്കും ഈ ഫോർമാറ്റ് അറിയാലോ? അറിയാമെങ്കിൽ കൈശി കാണിച്ച എല്ലാവരും. യെസ് മക്കളെ, അറിഞ്ഞൂടെങ്കിലും അറിയാമെങ്കിലും നിർബന്ധമായിട്ട് പെൻസിൽ കൊണ്ട് അങ്ങനെ എഴുതി വെക്കുക. അപ്പൊ ഒരിക്കലും തെറ്റൂല. റിവാലുവേഷനെ കൂടെ ഒരിക്കലും മിസ്റ്റേക്ക് വരൂല കേട്ടോ. യെസ്, നമുക്ക് ആദ്യത്തെ ആരെ വിളിക്കാം? നമുക്ക് സാറേ റിസർവ് പ്രൊവൈഡ്. സിദ്ധാർത്ഥെ പറയടാ. ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് വായിച്ച മോനെ. Provide a reserve of 5% on sundry debtors for doubtful debt. അല്ലെ, ഡെറ്ററിന്റെ 5% റിസർവ് ക്രിയേറ്റ്. മക്കളെ, റിസർവ് എന്ന് പറഞ്ഞാലും പ്രൊവിഷൻ എന്ന് പറഞ്ഞാലും ഒരേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ബാലൻസ് ഷീറ്റിൽ റിസർവ് ഉണ്ടോ, പ്രൊവിഷൻ ഉണ്ടോ? ഡെറ്ററിൽ നിന്ന് പ്രൊവിഷൻ കുറച്ചിട്ടുണ്ടോ ബാലൻസ് ഷീറ്റിൽ? ഇല്ല. അപ്പൊ പുതിയൊരു സാധനമാണ്, പുതിയൊരു ഐറ്റം ആണ് റിസർവ്. അല്ലെ, റിസർവ് അസറ്റ് ആണോ ലയബിലിറ്റി ആണോ സിദ്ധാർത്ഥേ? ലയബിലിറ്റി ആയിട്ട് മക്കളെ അറിയില്ലെങ്കിൽ എഴുതി വെക്കുക. റിസർവ് എന്ന് പറഞ്ഞാലും പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ബോത്ത് ആർ ലയബിലിറ്റീസ്. ക്ലിയർ അല്ലേ? സോ ഇത് ബാലൻസ് ഷീറ്റിൽ ഇല്ലാത്ത പുതിയൊരു ലയബിലിറ്റി ആണ്, റെക്കോർഡ് ചെയ്യാത്ത അൺറെക്കോർഡ് ലയബിലിറ്റി. അൺറെക്കോർഡ് ലയബിലിറ്റി ഏത് സൈഡിലാണ് വരിക? ഏത് സൈഡിലാണ് വരിക? ഡെബിറ്റ് സൈഡിൽ നമുക്ക് റിസർവ് എന്നോ അല്ലെങ്കിൽ പ്രൊവിഷൻ എന്ന് എഴുതാം. ഞാനിപ്പോ റിസർവ് എന്ന് എഴുതാം. റിസർവ് ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്, ഫോർ അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് എന്ന് എഴുതാറില്ലേ, അതേപോലെ റിസർവ് ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്. എത്ര പെർസെന്റേജ് മോനെ? ഡെറ്ററിന്റെ 5%. ഡെറ്റർ എത്രയാ ക്വസ്റ്റ്യനിൽ? സൺട്രി ഡെറ്റർ എത്രയാ ബാലൻസ് ഷീറ്റില്? അസറ്റ് സൈഡില് സൺട്രി ഡെറ്റർ ഉണ്ട്. എത്രയാ? 18. 18,000ന്റെ 5%. 900. എത്രയാ? 900 ആണോ? യെസ്. 900 ആണെങ്കിൽ വീശി കാണിച്ച മക്കളെ. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് ക്ലിയർ ആണെങ്കിൽ വീശി കാണിച്ച എല്ലാവരും. സെറ്റ് അല്ലേ? അനിഷേ ഐവിശ്ര എന്താ ഒരു ടൈപ്പ് ഇവിടെ എപ്പിക്കുന്നുണ്ട്. അടുത്ത ആൾ വിളിച്ചു സാറേ. ശ്രീമലിനെ വിളിച്ചു. ശ്രീമലെ സെക്കൻഡ് അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞേടാ. ഞാൻ കഴിഞ്ഞ ഇതിലുണ്ടായിരുന്നു. ആ ബിൽഡിംഗ് റീവാല്യൂഡ് അറ്റ്. മക്കളെ, അറ്റ് എന്ന് പറയുമ്പോഴും ടു എന്ന് പറയുമ്പോഴും എന്ത് ചെയ്യണം? ഡിഫറൻസ് ആണ് എടുക്കേണ്ടത്. എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. അറ്റ് ടു എന്നൊക്കെ പറയില്ലേ, അതായത് ഇപ്പോൾ 30,200 അപ്പൊ നമ്മൾ ഡിഫറൻസ് എടുക്കും. ഇപ്പോഴത്തെ വാല്യൂ ബാലൻസ് ഷീറ്റിലെ വാല്യൂ നമ്മൾ ഡിഫറൻസ് എടുക്കണം. ഇവിടെ ബാലൻസ് ഷീറ്റിൽ എത്രയാ ബിൽഡിംഗ് ശ്രീമലെ? 20,000 രൂപ ഉണ്ടായിരുന്ന ബിൽഡിംഗ് ഇപ്പൊ 30,200 അല്ലേ. അപ്പൊ അസറ്റ് കൂടാണോ കുറയാണോ ചെയ്തത്? അല്ല, 20,000 ബാലൻസ് ഷീറ്റിൽ ഇപ്പൊ 30,200 കൂടി. അപ്പൊ അസറ്റ് കൂടുമ്പോ എവിടെ വരിക? അസറ്റ് കൂടുമ്പോ ഏത് സൈഡിലാണ് വരിക? ക്രെഡിറ്റ് സൈഡില്. അപ്പൊ ബിൽഡിംഗ് ക്രെഡിറ്റ് സൈഡിൽ വരും. എത്ര രൂപ? 200. വെരി ഗുഡ്. 10,200. മനസ്സിലായോ മക്കളെ? ക്ലിയർ ആണെങ്കിൽ കൈശി കാണിച്ച എല്ലാവരും. ബിൽഡിംഗ് വെറും 20,000 രൂപയെ ബാലൻസ് ഷീറ്റിലുള്ളൂ. ഇപ്പോൾ എത്രയായി? 30,200 കണ്ടോ? അറ്റ് എന്ന് പറയുകയോ ടു എന്ന് പറയുകയോ ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യണം? ചേഞ്ച് എടുക്കണം, ഡിഫറൻസ് എടുക്കണം. മനസ്സിലായോ? ബൈ എന്ന് പറഞ്ഞാലോ, ബൈ എന്ന് പറഞ്ഞാൽ ആ എമൗണ്ട് വെറുതെ എടുത്ത് എഴുതിയാൽ മതി. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ വീശി കാണിച്ച എല്ലാവരും. യെസ്. അടുത്ത ആരെ വിളിക്കാം നമുക്ക്? പ്രാർത്ഥന. ഇന്നലെ പ്രാർത്ഥനയെ കണ്ടില്ല. പറഞ്ഞ പ്രാർത്ഥന. ഇത് പറയും ഡിപ്രീസിയേറ്റ്. അടുത്തത് ഡിപ്രീസിയേറ്റ്. സ്റ്റോക്കിന്റെ വാല്യൂ 5% കുറഞ്ഞു. ഡിപ്രീസിയേറ്റ് എന്ന് പറഞ്ഞാൽ കുറയാന്ന് അർത്ഥം. അപ്രീസിയേറ്റ് എന്ന് പറഞ്ഞാൽ കൂടി അല്ലേ. അപ്പൊ 5% കുറഞ്ഞു. സ്റ്റോക്ക് ഈസ് എൻ അസറ്റ്. സ്റ്റോക്ക് ഒരു അസറ്റ് ആണ്. അപ്പൊ അസറ്റ് കുറയുമ്പോ എവിടെ വരും? അസറ്റ് കുറയുമ്പോൾ ഡെബിറ്റ് സൈഡിലല്ലേ. അപ്പൊ സ്റ്റോക്ക്, സ്റ്റോക്കിന്റെ 5% എത്രയാണ്? സ്റ്റോക്ക് എത്രയാണ് ബാലൻസ് ഷീറ്റില്?
14,000. അപ്പൊ അതിന്റെ പകുതി 700 ആണോ 700 ആണോ? യെസ്. ഓക്കെ, അടുത്ത ആള് ശിവനന്ദന. ഡിപ്രീസിയേറ്റ് സ്റ്റോക്ക് 5%. അതിലില്ലേ ഡിപ്രീസിയേറ്റ് സ്റ്റോക്ക് 5%. അടുത്തത് പറഞ്ഞേ. മെഷീനറി ബൈ 10%. മെഷീനറി കുറഞ്ഞു അല്ലേ? അപ്പൊ കുറയുമ്പോ എവിടെ വരിക? സൈഡിൽ വരിക ഏതല്ല? ഡെബിറ്റ് സൈഡിൽ മെഷീനറി എത്ര പെർസെന്റേജ് ആടാ? 10%. മെഷീനറി എത്രയാ ബാലൻസ് ഷീറ്റില്? 12,000 10%, 1,200. കറക്റ്റ് അല്ലേ? കഴിഞ്ഞില്ലേ? വേറെ ഒന്നുമില്ലല്ലോ. നമുക്കത് ബാലൻസ് ചെയ്യാന്ന്. ബാലൻസ് എമൗണ്ട് പറഞ്ഞേ. എവിടെ കൂടുതൽ വരിക? ഇവിടെ 900, 700, 1,200. അപ്പൊ ഇവിടെ കുറവായിരിക്കും. ഇവിടെ 10,200 ഉണ്ട് അല്ലേ? യെസ്. ഈ സൈഡിൽ എത്ര വരണേ? 1,200, 900, 2,100, 2,800 ആണോ ഈ സൈഡിൽ വരണേ? 2,800 ആണോ? യെസ്. ഈ സൈഡിൽ 10,200. അപ്പൊ വലുത് എവിടെയാ? 10,200 ആണ് വലുത്. അപ്പൊ രണ്ട് സൈഡിൽ നമ്മൾ 10,200 എഴുതണം. മക്കളെ ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവശി കാണിച്ച എല്ലാവരും 10,200 രണ്ട് സൈഡിൽ എഴുതണം. ഇനി ബാലൻസ് ചെയ്യാലോ. ഇതൊന്ന് പൊക്കോ സാറേ. 10,200 നിന്നും 2,800 കുറയ്ക്കുമ്പോ എത്ര കിട്ടാടാ? 7,400. പ്രോഫിറ്റ് അല്ലേ വന്ന? ഡെബിറ്റിലാണ് ബാലൻസ് വരുന്നെങ്കിൽ അത് പ്രോഫിറ്റ് ആയിരിക്കും. 7,400. അത് പാർട്ട്ണർമാർക്ക് വീതിച്ചു കൊടുക്കണ്ടേ? ഏതൊക്കെ നമ്മുടെ പാർട്ട്ണർ? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. റേഷ്യോ പറഞ്ഞ റേഷ്യോ 3:2:1. ഓക്കെ. അപ്പൊ 7,400 ഇൻറ്റു 3/6 അല്ലേ വരെ? 3 + 2 5, 5 1 6. മൊത്തം 6 ആണ് കേട്ടോ മക്കളെ. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 6 ആണ് കിട്ടുക. അപ്പൊ 6ൽ 3 ഭാഗം എയുടെയാണ്, 6ൽ 2 ഭാഗം ബിയുടെയാണ്, 6ൽ 1 ഭാഗം സിന്റെയാണ്. അപ്പൊ 7,400 ഇൻറ്റു 3/6 എത്രയാ? 3,800 ആണോ? 700. ബിയോ? 467. യെസ്. അടുത്തതോ? 3 ആക്കാം. കറക്റ്റ് ആയില്ലേ? 1,233. മക്കളെ റീവാലുവേഷന്റെ പ്രോഫിറ്റ് എങ്ങനെ ഡിവൈഡ് ചെയ്ത്? റേഷ്യോയിലെ ശിവനന്ദന പോയാ? അടുത്ത ആളെ വിളിച്ചോ. റീവാലുവേഷന്റെ പ്രോഫിറ്റ് റിട്ടയർമെന്റ് സമയത്ത് ഡിവൈഡ് ചെയ്യുന്ന ഏത് റേഷ്യോയിലാടാ? അർജുൻ എസ് നായർ. റീവാലുവേഷൻ പ്രോഫിറ്റ് ആർ ഡിവൈഡഡ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് ഈസ് കോൾഡ് ഏത് റേഷ്യോയാ? ഓൾഡ് റേഷ്യോ കേട്ടോ മക്കളെ. റീവാലുവേഷന്റെ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നത് ഓൾഡ് റേഷ്യോയിലാണ്. അത് അഡ്മിഷൻ ആണെങ്കിലും റിട്ടയർമെന്റ് ആണെങ്കിലും ഡെത്ത് ആണ്. 1 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് കേട്ടോ. ഈ നമുക്ക് സാക്രിഫൈസ് റേഷ്യോ, ഗെയിനിങ് റേഷ്യോ എപ്പോഴാണ് ആവശ്യം അർജുനെ? സാക്രിഫൈസ് റേഷ്യോ നമുക്ക് എപ്പോഴാണ് ആവശ്യം? അടുത്ത ആളെ വിളിച്ചെന്നാ മിൻഹ ഒന്ന് ട്രൈ ചെയ്യാമോടാ. സാക്രിഫൈസിങ് റേഷ്യോ എപ്പോഴാണ് നമുക്ക് ആവശ്യം എന്ന് അറിയോടാ? അൺമ്യൂട്ട് ചെയ്തോ. അറിയോടാ? ഇല്ലല്ലേ. അഡ്മിഷൻ ടൈമില് പോയാ റേഞ്ച് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ആര് വിളിക്കാം നമുക്ക്? നവനി എന്ന് പറഞ്ഞടാ. സാക്രിഫൈസ് റേഷ്യോ നമുക്ക് എപ്പോഴാണ് ആവശ്യം? അഡ്മിഷൻ സമയത്ത്. എന്തിന്? എന്ത് ഡിവൈഡ് ചെയ്യാൻ? എന്ത്? അല്ലല്ല. അഡ്മിഷൻ സമയത്ത് പുതിയ പാർട്ണർ കൊണ്ടുവരുന്ന ഗുഡ്വില് പഴയ പാർട്ണർക്ക് വീതിച്ചു കൊടുക്കാനാണ് സാക്രിഫൈസ് റേഷ്യോ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ? കൈവശി കാണിച്ച എല്ലാവരും. സാക്രിഫൈസിങ് റേഷ്യോ ആവശ്യമായിട്ട് വരുന്നത് എന്തിനാണ്? ഗുഡ്വില് ഡിവൈഡ് ചെയ്യാൻ. ആർക്ക്? ഓൾഡ് പാർട്ട്നേഴ്സിന് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ പാർട്ണർ. ക്ലിയർ ആണോ? 1 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് കേട്ടോ. ഗെയിനിങ് റേഷ്യോ എപ്പോഴാണ് ആവശ്യം വരണേ? ഗെയിനിങ് റേഷ്യോ എപ്പോഴാണ് ആവശ്യം വരണേ? അതാര് പറയും? ഗെയിനിങ് റേഷ്യോ എപ്പോഴാണ് ആവശ്യം വരണേ? ജിയ, ഗെയിനിങ് റേഷ്യോ എപ്പോഴാണ് ആവശ്യം വരണേ? അറിഞ്ഞൂടാ. വേറെ ആൾ വിളിച്ചെന്നാ അങ്ങോട്ട് നോക്കിയിരുന്നിട്ട് കിട്ടൂല. അവിടെ നിന്നും കിട്ടൂല. അടുത്ത ആള് അഭിനവ് കൃഷ്ണ എന്ന് പറയണ. വേഗം പറയടാ. എന്തിനു ഗെയിനിങ് റേഷ്യോ ഉപയോഗിക്കണേ? എപ്പോ? വെരി ഗുഡ്. റിട്ടയർമെന്റ് സമയത്ത്. റിട്ടയർമെന്റ് ഓർ ഡെത്ത് സമയത്ത്. മക്കളെ ഓർത്ത് വെച്ചോ. റിട്ടയർമെന്റ് ഓർ ഡെത്ത് വരുമ്പോഴ്
റിട്ടയർ ആയി പോകുന്ന പാർട്ട്ണറിനോ അല്ലെങ്കിൽ ഡിസീസിൽ മരിച്ചു പോകുന്ന പാർട്ട്ണറിനോ ഗുഡ് വിൽ ഡിവൈഡ് ചെയ്യാനാണ് ഗെയിനിങ് റേഷ്യോ ഉപയോഗിക്കണേ. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കഴിച്ച് കാണിച്ച എല്ലാവരും. മറന്നു പോരുത്, 1 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് കേട്ടോ. സാക്രിഫൈസിംഗ് റേഷ്യോ ആവശ്യമുള്ളത് ഗുഡ് വിൽ ഡിവൈഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ പാർട്ണർ. ഗെയിനിങ് റേഷ്യോ ആവശ്യമായിട്ട് വരുന്ന എപ്പോഴാ? ഗുഡ് വിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ എപ്പോ? അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ണർ. ക്ലിയർ ആയോ? വേറെ എവിടെയും നമുക്ക് ഈ 2 റേഷ്യോ വേണ്ട കേട്ടോ. വേറെ എവിടെയും ആവശ്യമില്ല കേട്ടോ. റിവാലുവേഷന് പ്രോഫിറ്റ് കൊടുക്കാനോ റിസർവ് കൊടുക്കാനോ ഇതിനൊന്നും ആവശ്യമില്ല. അവിടെയൊക്കെ ഓൾഡ് റേഷ്യോ മാത്രമേ ആവശ്യമുള്ളൂ. അവിടെയൊക്കെ ഓൾഡ് റേഷ്യോ മാത്രമേ ആവശ്യമുള്ളൂ. ക്ലിയർ ആയോ? കത്തിയോ? ഗൈസ് കാണിച്ച എല്ലാവരും. യെസ്. ന്യൂ റേഷ്യോ നമ്മൾ എവിടെ ഉപയോഗിക്കില്ല. ന്യൂ റേഷ്യോ ഉപയോഗിക്കുന്നത് ഇത് 2 കണ്ടുപിടിക്കാൻ മാത്രമാണ് കേട്ടോ. ന്യൂ റേഷ്യോ നമുക്ക് എവിടെ ഒരു സാധനം ഡിവൈഡ് ചെയ്യാൻ ന്യൂ റേഷ്യോ നമുക്ക് ആവശ്യമില്ല. ന്യൂ റേഷ്യോ ആവശ്യമുള്ളത് എപ്പോഴാ? ഇത് 2 കണ്ടുപിടിക്കാൻ മാത്രമേ ആവശ്യമുള്ളൂ. ക്ലിയർ ആയോ? കത്തിയോ? ഗൈസ് കാണിച്ച എല്ലാവരും. അപ്പൊ റീവാലുവേഷന്റെ അക്കൗണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യാം നമുക്ക്. യെസ്. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇതിലൊരു ഗുഡ് വിൽ ഒന്നും ഇല്ല. ഗുഡ് വിൽ ചെറിയൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കേട്ടോ, തിയറി ആയിട്ട് ജേണൽ എൻട്രി എഴുതാനായിട്ട്. അപ്പൊ അത് പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് ഒന്ന് വേഗത്തിൽ ഒന്ന് ചെയ്യാം. വേഗം വരച്ച ക്യാപിറ്റൽ അക്കൗണ്ട് 3 പാർട്ട്ണർമാരില്ലേ? ആരൊക്കെയാ? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. വേഗം ആയിക്കോട്ടെ. വേഗം വരച്ച എല്ലാവരും ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ പാർട്ട്ണർമാരൊക്കെ സാറ് ഒരാളെ വിളിച്ചേ. അവിനാശി പാർട്ട്ണർമാരൊക്കെയാടാ? എ ബി സി. ഓക്കെ ഓക്കെ. അപ്പൊ എഴുതിക്കോളൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഏതൊക്കെയാണ് നമ്മുടെ പാർട്ട്ണർമാര്? എ ഉണ്ട്, ബി and C. Same A, B and C. Yes. ആദ്യം നമ്മൾ അവരുടെ ക്യാപിറ്റൽ എഴുതണം അല്ലേ? ഓർഡർ ആയിട്ട് പഠിക്കാൻ മക്കളെ. ആദ്യം ഫസ്റ്റ് ക്യാപിറ്റൽ എഴുതണം. പർട്ടിക്കുലേഴ്സ് ആണ് കേട്ടോ. ഇവിടെ പർട്ടിക്കുലേഴ്സ് ആണ്. പർട്ടിക്കുലേഴ്സ്. ഇവിടെയും പർട്ടിക്കുലേഴ്സ്. ഇത് ഡെബിറ്റ് സൈഡ്, ഇത് ക്രെഡിറ്റ് സൈഡ്. ആരെ വിളിക്കാം സാറേ? നമുക്ക് ക്യാപിറ്റൽ പറയാൻ ആദ്യം സാനി എന്ന് പറയടാ. ആദ്യം ക്യാപിറ്റൽ ഇതിന്റെ മോനെ ബാലൻസ് ബ്രോ ഡൗൺ. ബാലൻസ് ബ്രോ ഡൗൺ. എന്റെ എത്രയാടാ? 20,000. ബി ഓൾസോ 20,000. ശരിയല്ലേ? സിയും 20,000. യെസ്. മകളെ ക്യാപിറ്റൽ എഴുതിയത് ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും. ക്യാപിറ്റൽ എഴുതിയത് ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ച്. യെസ്. ഇനി ഇവിടെ റീവാലുവേഷന്റെ പ്രോഫിറ്റ് എടുത്ത് എഴുതാൻ മറന്നു പോരുത് കേട്ടോ. പ്രോഫിറ്റ് ആണെങ്കിൽ നേരെ ഇപ്പുറത്ത് കൊണ്ട് എഴുതുക. ലോസ് ആണെങ്കിലോ ഡെബിറ്റിലാണ് എഴുതേണ്ടത്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? സോ ഇവിടെ പ്രോഫിറ്റ് ആണ്, നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. റീവാലുവേഷൻ പ്രോഫിറ്റ്. റീവാലുവേഷൻ പ്രോഫിറ്റ് എത്രയാ? 3700. ബിന്റെ 2467. സിന്റെ 1233. ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും. റീവാലുവേഷന്റെ പ്രോഫിറ്റ് എടുത്ത് സെറ്റ് അല്ലേ? ഇനി നമുക്കിവിടെ ഗുഡ് വിൽ ഒന്നും കൊടുക്കാനില്ല. റിസർവോ പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കണം. ബാലൻസ് ഷീറ്റിൽ സാർ ഒന്ന് ബാലൻസ് ഷീറ്റ് കാണിച്ച് തൊട്ട് മുമ്പത്തെ ബാലൻസ് ഷീറ്റില് ജനറൽ റിസർവോ പ്രോഫിറ്റ് ആൻഡ് ലോസോ ഉണ്ടോ എന്ന് നോക്കി. യെസ്. ഇവിടെ ജനറൽ റിസർവ് ഉണ്ടല്ലേ 12,000 രൂപ. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒന്നും ഇല്ല. അപ്പൊ ജനറൽ റിസർവ് ഉണ്ട്. ഈ ജനറൽ റിസർവ് എന്ത് ചെയ്യണം? അഫ്രീന് നേരത്തെ വരണം ബാലൻസ് ഷീറ്റ് കിട്ടണം കേട്ടോ. ഇവിടെ ലേറ്റ് ആയി വന്നിട്ട് ബാലൻസ് ഷീറ്റ് അയക്കോ, ബാലൻസ് ഷീറ്റ് അയക്കോ തരൂല. അപ്പൊ ജനറൽ റിസർവ് 12,000 ആണ്. അതോടെ വീതിച്ചു കൊടുക്കാം. സാർ ഒരാളെ വിളിച്ചേ. 12,000 വീതിക്കുമ്പോ എത്ര വരിക? ആൻസർ മറ്റേ കാണിച്ചു. ഇവ ജനറൽ റിസർവ് 12,000 2:3:2:1 ഒന്ന് വീതിച്ചേടാ. 12,000 രൂപ 3/6 2/6 1/6 എത്രയാ? 6,000 4,000 2,000. വേറെ എന്തെങ്കിലും എഴുതാനുണ്ടോ മോനെ? ഇല്ലല്ലോ. ഗുഡ് വിൽ ഇല്ലല്ലോ ഇവിടെ. ഗുഡ് വിൽ തന്നിട്ടില്ല മക്കളെ. ഗുഡ് വിൽ ഉണ്ടെങ്കിൽ ഈ റിട്ടയർ ആയി പോകുന്ന സിക്ക് ബാക്കി എയും ബിയും കൊടുത്തു വിടണം. അതിന് ജേണൽ എൻട്രി അറിയാലോ. എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ആർക്ക് കൊടുക്കണേ? റിട്ടയർ ആയി പോകുന്ന സീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്ലിയർ ആണോ? എൻട്രി ക്ലിയർ ആയോ? ഇത് റിട്ടയർമെന്റ് ജേണൽ എൻട്രി ആണ്. അതിനൊരു പ്രോബ്ലം ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ പ്രോബ്ലം വരുമ്പോൾ പറഞ്ഞു തരാം കേട്ടോ. അത് ഉറപ്പായിട്ടും വരും എക്സാമിന് ജേണൽ എൻട്രി ചെയ്താൽ കേട്ടോ. അപ്പൊ എല്ലാവർക്കും ക്യാപിറ്റൽ അക്കൗണ്ട് ക്ലിയർ ആയല്ലോ. ഇത് ബാലൻസ് ചെയ്യണം. വേറെ ഒന്നും എഴുതാനില്ല. ഇനിയിപ്പോ ബാലൻസ് ഷീറ്റിൽ അസെറ്റ് സൈഡിൽ ഗുഡ് വിൽ ഉണ്ടെങ്കിലോ? ബാലൻസ് ഷീറ്റിൽ ചിലപ്പോ അസെറ്റ് സൈഡിൽ ഗുഡ് വിൽ തരാം. അപ്പൊ എന്താ ചെയ്യണ്ടേ? ആർക്കെങ്കിലും പറയാമോ? ബാലൻസ് ഷീറ്റില് ക്വസ്റ്റ്യനില് ബാലൻസ് ഷീറ്റില് അസെറ്റ് സൈഡിൽ ചിലപ്പോൾ ഗുഡ് വിൽ തരാം. അങ്ങനെ വന്നാൽ എന്താ ചെയ്യണ്ടേ? ആരാ പറയാ? ദേവിക ഒന്ന് പറയട്ടെ. ബാലൻസ് ഷീറ്റിൽ ആരാ ഹാൻഡ് റൈസ് ചെയ്തേക്കണേ?
പറഞ്ഞു രഞ്ജിത. ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ഗുഡ് വിൽ വന്നാൽ എന്താ മീൻ ചെയ്യണേ രഞ്ജിത? അതോടെ അപ്പിയറിംഗ് ആണ്, ഓൾറെഡി അപ്പിയറിംഗ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് അല്ലേ? അപ്പിയറിംഗ് വന്നാൽ അത് റൈറ്റ് ഓഫ് ചെയ്യണ്ടേ? അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ എന്ത് ചെയ്യണം? ഓൾഡ് റേഷ്യോയില് 3 പാർട്ട്ണറിന് ഡെബിറ്റ് സൈഡിൽ വിധിച്ചു കൊടുക്കണം ഗുഡ് വിൽ എന്ന് പറഞ്ഞിട്ടോ. എഴുതി വെച്ചോ മക്കളെ. ബാലൻസ് ഷീറ്റില് അസറ്റ് സൈഡിൽ ഗുഡ് വിൽ തന്നാൽ, എഴുതി വെച്ചോ എല്ലാവരും എഴുതി വെച്ചോ. ബാലൻസ് ഷീറ്റില് അസറ്റ് സൈഡിൽ ഗുഡ് വിൽ തന്നാൽ, ബാലൻസ് ഷീറ്റിൽ ക്വസ്റ്റിനിലെ ബാലൻസ് ഷീറ്റില് അസറ്റ് സൈഡിൽ ഗുഡ് വിൽ, അസറ്റിലെ തരൂല ലൈബിലിറ്റിയിൽ തരൂല കേട്ടോ. അസറ്റ് സൈഡ് തന്നാൽ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ടില് ഡെബിറ്റ് സൈഡിൽ വീതിച്ചു കൊടുക്കണം എല്ലാ പാർട്ട്ണറിനും. ഓക്കെ ആണോ? സെറ്റ് ആണോ മക്കളെ? ക്ലിയർ ആണെങ്കിൽ വിഷയം കാണിച്ച് ശ്രീമല നോട്ട് ചെയ്തോ. ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ഗുഡ് വിൽ തന്നാൽ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ഗുഡ് വിൽ എന്ന് പറഞ്ഞിട്ട് 3 പാർട്ട്ണറിന് വീതിച്ചു കൊടുക്കണം. സെറ്റ് ആണോ? സെറ്റ് ആണെങ്കിൽ കാണിച്ച്. അതാണ് ഓൾറെഡി അപ്പിയറിംഗ് എന്ന് പറയാം കേട്ടോ. ഇത് ബാലൻസ് ചെയ്യാം. എന്റെ ബാലൻസ് എത്രയാണ് വരുന്നത്? സാറേ കാൽക്കുലേറ്റർ ഉള്ള ഒരാളെ വിളിച്ച് എന്റെ ബാലൻസ് ഫെബിനൊന്ന് കൂട്ടി പറഞ്ഞേടാ. ഉണ്ടോ കാൽക്കുലേറ്റർ? എന്റെ ടോട്ടൽ എത്രയാണ് വരണേ? 29,700. 29,700 ആണോ മക്കളെ? യെസ്, 29,700 ആണ്. അപ്പൊ എന്റെ നമുക്ക് ബാലൻസ് ക്യാരിഡ് എന്ന് പറയുക 29,700. സെറ്റ്. ബിന്റെയോ 24, 26,467 ആണോ? ആണോടാ? 26,467 അല്ലേ? സിന്റെ നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എന്നാണോ എഴുതാ? അല്ല, സീസ് ലോൺ എന്നാണ് എഴുതുക. റിട്ടയർ ആയ ആളല്ലേ സി? സി റിട്ടയർ ആയ ആളല്ലേ മക്കളെ? റിട്ടയർ ആയി പോകുന്ന ആളുടെ ബാലൻസിങ് ഫിഗർ ഒരിക്കലും ബാലൻസ് ക്യാരി ഡൗൺ എന്നല്ല എഴുതേണ്ടത്, സീസ് ലോൺ എന്നാണ്. ഡെത്ത് ആണെങ്കിലോ സീസ് എക്സിക്യൂട്ടർ. ക്ലിയർ ആയോ? സെയിം പോലെ തന്നെ ചെയ്യാം, സീസ് എക്സിക്യൂട്ടർ എന്ന് എഴുതണം. അപ്പൊ ഇവിടെ എത്ര പേരുടാ? 22, 23, 233 ആണോടാ? 23,233 ആണെങ്കിൽ കൈവശി കാണിച്ച മക്കളെ എല്ലാവരും. 23,230 ആണെങ്കിൽ കൈവശി കാണിച്ച എല്ലാവരും. സെറ്റ് അല്ലേ? ക്യാപിറ്റൽ അക്കൗണ്ട് കഴിഞ്ഞല്ലോ. ആർക്കെങ്കിലും ക്യാപിറ്റൽ അക്കൗണ്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ആർക്കെങ്കിലും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ റീസാൻഡ് ചെയ്യാം. ആർക്കെങ്കിലും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം റീസാൻഡ് ചെയ്തേ. ആർക്കില്ല. ക്ലിയർ അല്ലേ എല്ലാവർക്കും? കോപ്പി ചെയ്ത് കഴിഞ്ഞോ? കോപ്പി ചെയ്ത് കഴിഞ്ഞോ? യെസ്. അപ്പൊ അവിടെ ക്യാപിറ്റലിലെ ബാലൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഞാനിത് മാറ്റാൻ പോവാണ്. എഴുതിയെടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ റീസാൻഡ് ചെയ്ത് പറഞ്ഞുതരാം. എന്റെ നമുക്ക് ബാലൻസ് കിട്ടിയേക്കുന്നത് 29,700 ആണ്. മാക്കിയാണേ. ബിന്റെ 26,467. സീസ് ലോൺ നമുക്ക് കിട്ടിയേക്കണത് 23,233. നമുക്കിനി ബാലൻസ് ഷീറ്റ് ചെയ്താലോ? ബാലൻസ് ഷീറ്റ് ചെയ്യാൻ പോകുന്ന മാക്കിയുവാണേ. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് മാക്കിയുവാണ്. യെസ്, ഡൗട്ട് ഒന്നും ഇല്ലാന്ന് കരുതുന്നു. ബാലൻസ് ഷീറ്റ് വരച്ചോ എല്ലാവരും? ബാലൻസ് ഷീറ്റ് വരച്ചോ. യെസ്. ജിതിന് ഡൗട്ട് ആണോടാ? എടാ ബാലൻസ്, അതായത് സി എന്ന് പറയുന്ന ആള് റിട്ടയർ ആവുമല്ലേ? റിട്ടയർ ആയി പോകുന്ന ആൾക്ക് നമ്മൾ കൊടുക്കാനുള്ള പൈസ ലോൺ ആയിട്ടാണ് കൊടുക്കുക. മനസ്സിലായോ? അപ്പൊ ലോൺ എഴുതണം കേട്ടോ. എപ്പോഴും റിട്ടയർമെന്റിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അഡ്മിഷനിലാണ് 3 പേരുടെയും നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എഴുതുക. മനസ്സിലായോ? റിട്ടയർമെന്റ് സമയത്ത് റിട്ടയർ ആവുന്ന ആളുടെ മാത്രം ബാലൻസ് നമ്മൾ എന്തെന്ന് പറയുക? പറഞ്ഞില്ലേ? ലോൺ എഴുതും. വെരി ഗുഡ്, വെരി ഗുഡ്. ക്ലിയർ ആയില്ലേ ഇപ്പോ? ഓക്കെ ഓക്കെ. അടുത്ത ആളുടെ ഡൗട്ട് ആണോ? ഇല്ല. മക്കൾ ഇനി ബാലൻസ് ഷീറ്റ് വരച്ചോ. വേഗം ബാലൻസ് ഷീറ്റ് വരച്ചോ. വേഗം വരച്ചോ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് മക്കളെ ഫ്രണ്ട്സിനൊക്കെ ലിങ്ക് അയച്ചു കൊടുത്തില്ല എല്ലാവരും? എല്ലാവരോടും കയറാൻ പറയാ കേട്ടോ, ജോയിൻ ചെയ്യാൻ പറയാ. നിരഞ്ജനല്ലേ? ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് നമുക്ക് വരയ്ക്കാം. ലയബിലിറ്റീസ്, എമൗണ്ട്, അസറ്റ്സ്, എമൗണ്ട്. ഒരാളെ വിളിച്ചു സാറേ. തേജസേ അസറ്റ് ഒന്ന് വേഗം പറയടാ. ക്വസ്റ്റ്യനിലെ അസറ്റുകൾ ഒന്ന് വേഗം പറഞ്ഞ മോനെ. റേഞ്ച് ഉണ്ടോ? ക്യാഷ് ഇൻ ഹാൻഡ് എത്രയാ? 1,200. അടുത്തത് ക്യാഷ് അറ്റ് ബാങ്ക്. ക്വസ്റ്റ്യനിലുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ കേട്ടോ. ക്യാഷ് അറ്റ് ബാങ്ക് 2,000. അടുത്തത്
മക്കളെ ഡെറ്റേഴ്സ് എഴുതുമ്പോൾ പ്രൊവിഷനോ റിസർവോ ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ എന്തുണ്ട്? റിസർവ് ഉണ്ട് അല്ലെ. അപ്പൊ ഡെറ്റേഴ്സ് എത്രയാ ക്വസ്റ്റ്യനിലിടാ? 18,000 എന്ത് കുറയ്ക്കണം? റിസർവ് ഈ 900 രൂപ കുറയ്ക്കണം. അപ്പോൾ ടിക്കറ്റ് കൊടുക്കുക. 18,900 പോയാൽ 17,100 ആണോ? അടുത്ത ഐറ്റം സ്റ്റോക്ക്. സ്റ്റോക്കിന് എന്താ സംഭവിച്ചേ? സ്റ്റോക്കിന് 700 രൂപ കുറഞ്ഞിട്ടുണ്ട്. സ്റ്റോക്ക് എത്രയാ ക്വസ്റ്റ്യനില്? 14,700 പോയാൽ 15,300 അല്ലെ? യെസ് അല്ലെ, 13,300. 14,000 അല്ലേ? യെസ്. അടുത്തത് മെഷീനറിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ട് അല്ലെ. മെഷീനറി 1,200 രൂപ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ടിക്കറ്റ് കൊടുക്കുക. എത്ര മെഷീനറി? 12,000 1,200 പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വരും? 11,800 ആണോടാ? 12,000 അല്ലേ? അപ്പൊ 10,800. 10,800. യെസ്. അടുത്ത ഐറ്റം ബിൽഡിങ്ങിന് 10,200 കൂടെ ചെയ്തേ അല്ലേ? യെസ്. ബിൽഡിംഗ് എത്രയാ? 30,200 ആയിട്ടുണ്ട് ഇപ്പോ അല്ലെ? ഓക്കെ. ഇല്ല നവനീതയെ റിസർവ് എഴുതാൻ പറ്റൂല. കാരണം അതിന്റെ ട്രീറ്റ്മെന്റ് ഡെറ്ററി എന്നാണ് പറയുക. ഡെറ്ററിന് വേണ്ടി മാറ്റി വെച്ചത് അത്. അതുകൊണ്ട് ഡെറ്ററി തന്നെ കുറയ്ക്കണം കേട്ടോ നവനീതേ. യെസ്. ലൈബിലിറ്റി സൈഡ് ആരെ വിളിക്കുക? ലൈബിലിറ്റി സൈഡ് അദ്വൈതേ. ലൈബിലിറ്റീസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിലെ വേഗം പറഞ്ഞ മോനെ. സൺഡ്രി ക്രെഡിറ്റേഴ്സ് എത്രയാ? 3,200. അടുത്തത് ക്യാപിറ്റൽ. റിസർവ് കൊടുത്തുട്ട മക്കളെ. ഇനി നമുക്ക് റിസർവ് ഇല്ല. അപ്പൊ സിന്റെ ലോൺ എഴുതാം നമുക്ക് ആദ്യം. സി റിട്ടയർ ആയി പോകുന്ന ആളുടെ ലോൺ നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടില്? 23,233. ഇനി ബാക്കി എയും ബിയും മാത്രമേ നമുക്കുള്ളൂ. സി റിട്ടയർ ആയല്ലോ. അപ്പൊ എന്റെയും ബിന്റെ ക്യാപിറ്റൽ നമുക്ക് കിട്ടിയിട്ടുള്ള ബാലൻസിങ് ഫിഗർ എന്റെ എത്ര കിട്ടിക്കണേ? 29,700. ബിന്റെ 26,467. ടോട്ടൽ ചെയ്യാം. ടാലി ആവുന്നുണ്ടോടാ? ചെയ്തിട്ടുണ്ടോ? ഇല്ല. മക്കളെ ടാലി ആയവരുണ്ടെങ്കിൽ റീസെന്റ് ചെയ്ത്. ടാലി ആയവർ റീസെന്റ് ചെയ്തേ. ടാലി ആയവരുണ്ടെങ്കിൽ റീസെന്റ് ചെയ്തേ. ടോട്ടൽ ചെയ്തിട്ട് ടാലി ആയി കിട്ടിയവരുണ്ടെങ്കിൽ റീസെന്റ് ചെയ്തോ. ആരും ചെയ്തിട്ടില്ലേ? യെസ്. ആരാണ്? ആസിയ. എത്ര എമൗണ്ട് ഇടാ? 74,600. രണ്ട് സൈഡും കിട്ടിയിട്ടില്ലേ? 74,600 ആണ് മക്കളെ ടാലി ആകുന്ന എമൗണ്ട് കേട്ടോ. യെസ്. ഇതാണ് റിട്ടയർമെന്റിൽ എസ് എ പ്രോബ്ലം കേട്ടോ. റിട്ടയർമെന്റ് എസ് എ പ്രോബ്ലം ആണ്. ഇതിൽ ചിലപ്പോൾ ഗുഡ് വില്ലും കൂടി വരാം കേട്ടോ. 6 മാർക്കിനൊക്കെയാണ് ചിലപ്പോൾ ഇത് 3 ഉണ്ടാവില്ല. ചിലപ്പോൾ 2 വരയ്ക്കാൻ ഉണ്ടാവുള്ളൂ. ലെഡ്ജർ മാത്രമേ ഉണ്ടാവുള്ളൂ. റിവാലുവേഷനും ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ വരയ്ക്കാൻ ഉണ്ടാവുള്ളൂ കേട്ടോ. യെസ്. അപ്പൊ എല്ലാവരും ഇവിടെ ടിക്കറ്റ് കൊടുക്കുക കേട്ടോ. ഓരോ ഐറ്റം അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ടിക്കറ്റ് കൊടുക്കുക കേട്ടോ. നമ്മൾ തെറ്റൂല, നമ്മൾ വിട്ടുപോകില്ല. ഓക്കെ. അപ്പൊ എല്ലാവരും ക്ലിയർ ആയോ? റിവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ന്യൂ ബാലൻസ് ഷീറ്റും ക്ലിയർ ആണെന്ന് കൈവശി കാണിച്ച എല്ലാവരും. ജിതിനെ ആ ലോൺ ഇവിടെ എഴുതണം ലൈബിലിറ്റി സൈഡിൽ കേട്ടോ. സിന്റെ ബാലൻസിങ് ഫിഗർ സീസ് ലോൺ എന്ന് പറഞ്ഞ് എഴുതണം കേട്ടോ. ബാക്കി രണ്ടുപേരുടെയും ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് എഴുതാം. ഡൗട്ട് ആണോ? രഞ്ജിതയ്ക്ക് ഡൗട്ട് അല്ലല്ലോ? ടാലി ചെയ്തല്ലേ? ഡൗട്ട് ആണോ? ആ സാറെ വിളിച്ചോ. കിട്ടുന്നില്ല 74,600. ഒന്ന് കൂട്ടി നോക്കി. എൺപത്തിരണ്ട് 600 ആണോ? 82 ഉണ്ടായിരുന്നോ? അത് പറഞ്ഞില്ല, ഇപ്പോഴാണോ പറയണേ? ഓക്കെ ഓക്കെ. യെസ് മക്കളെ, ഇപ്പൊ ക്വസ്റ്റ്യനിൽ ടാലി ആയിട്ടില്ല. ബാലൻസ് ഷീറ്റിൽ ക്വസ്റ്റ്യനിൽ തന്നെ ഒരു ഐറ്റം കുറവുണ്ടെന്ന് കേട്ടോ. അതുകൊണ്ടാണ് ടാലി ആവാതെ. ടാലി ആവും. നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ടാലി ആവും കേട്ടോ. എല്ലാവർക്കും ഇത് ചെയ്യാൻ മനസ്സിലായോ? എങ്ങനെയാ ചെയ്യേണ്ടതുള്ളത് മനസ്സിലായി കൈവശി കാണിച്ച എല്ലാവരും? എനർജറ്റിക് ആയിട്ട് കൈവശി കാണിച്ച്. യെസ്. അപ്പൊ ആദ്യം റിവാലുവേഷൻ അക്കൗണ്ട് ചെയ്യുക, ഓരോ ഐറ്റംസും ചെയ്യുക, ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യുക. യെസ്. അതിൽ തന്നെ ഡൗട്ട് ആണോടാ? ഏതെങ്കിലും ആയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഇത് ടാലി ആവുന്നതിന്റെ കാരണം ഒരു ഐറ്റം മിസ്സിംഗ് ആയതുകൊണ്ട് ക്വസ്റ്റ്യനിൽ കേട്ടോ. ഓക്കെ. അതിൽ തന്നെ ചോദിച്ചോ. ഇതാണോടാ? ഇവിടെ ബാലൻസ് വന്നാൽ പ്രോഫിറ്റ്, ഇവിടെ ബാലൻസ് വന്നാൽ ലോസ്. എടാ ഈ സൈഡ് 3 കൂടി കൂട്ടിയപ്പോ ഇവിടെ 2,800 ഉള്ളൂ. ഇവിടെ 10,200 ഉണ്ട്. അപ്പൊ ഏതാ വലുത്? ഏതാ?
10,200. നമ്മൾ രണ്ട് സൈഡിലും 10,200 എഴുതിയിട്ട് ഇതിൽ നിന്ന് 2,800 കുറച്ചപ്പോൾ ബാലൻസിങ് ഫിഗർ ഒരു 7,400 വന്നു. അപ്പോൾ ഈ സൈഡിൽ ഡെബിറ്റിലാണ് ബാലൻസ് വരുന്നെങ്കിൽ നമ്മളത് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാണ് എഴുതേണ്ടത്. ക്രെഡിറ്റിലാണെങ്കിൽ ലോസ്, പ്രോഫിറ്റ് ആണെങ്കിൽ നേരെ എടുത്ത് ഇപ്പുറത്തെ സൈഡിൽ ചെയ്താൽ ക്രെഡിറ്റ് സൈഡിൽ, ലോസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ ചെയ്താൽ ക്യാപിറ്റൽ അക്കൗണ്ട്. ക്ലിയർ ആയില്ലേ? ഈ ഡൗട്ട് ഉണ്ടോ മക്കളെ? ബാഹുൽ ദേവ് ഡൗട്ട് ആണോടാ ചോദിച്ചു? സ്റ്റോക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട്? സ്റ്റോക്ക് ഒരു 700 രൂപ കുറഞ്ഞിട്ടില്ലടാ. നോക്കി ഇവിടെ ടിക്ക് ഇട്ടിട്ടില്ല, 700 രൂപ കുറഞ്ഞിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൽ എത്ര സ്റ്റോക്ക് ക്വസ്റ്റ്യനില്? അതിൽ നിന്ന് 700 കുറയ്ക്കുക, അപ്പൊ 13,300. അതുപോലെ തന്നെ മെഷീനറി 1,200 കുറഞ്ഞിട്ടില്ലേ? മെഷീനറി 12,000 അല്ലേ? അപ്പൊ അതിന് 1,200 കുറച്ചാൽ 10,800. ബിൽഡിങ് കൂട്ടാ ചെയ്യേണ്ട, ഇപ്പുറത്തല്ലേ വന്നെങ്ങനെ ബിൽഡിങ്, അപ്പൊ കൂട്ടി എഴുതുക. സെറ്റ് ആയില്ലേ? ഓക്കെ, അടുത്ത ആള് അഫ്ന ചോദിച്ചോടാ. ക്യാഷ് ഇൻ ഹാൻഡിന്റെയോ ക്യാഷ് അറ്റ് ബാങ്കിന്റെയോ കൂടെ നമ്മൾ ഒന്നും ചെയ്യണ്ട. റിട്ടയർമെന്റിൽ അഡ്മിഷനിലാണ് നമ്മൾ പുതിയ പാർട്ണർ കൊണ്ടുവരുന്ന ക്യാപിറ്റലും ഗുഡ് വില്ലും കൂട്ടുക. ക്ലിയർ? ഓക്കെ, അടുത്ത ആള് അമൽ കൃഷ്ണ ചോദിച്ചോ. ആ $66.66 കിട്ടിയിട്ടുണ്ടോ? അത് റൗണ്ട് ചെയ്താണ് 67. എടാ 0.5 അതിൽ കൂടുതലോ വന്ന അടുത്ത നമ്പറിലേക്ക് റൗണ്ട് ചെയ്യുക കേട്ടോ. 0.5 കുറവാണെങ്കിൽ റൗണ്ട് ചെയ്യണ്ട. അപ്പൊ 1,233.3 നല്ല കിട്ടി. അപ്പൊ 1,233 തന്നെ എഴുതിയാൽ മതി. ക്ലിയർ ആയാ? ഓക്കെ. മകളെ അടുത്തത് 4 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. 4 or 5 മാർക്കിന് ചോദിക്കാറില്ല, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് ശ്രീമലിന്റെ ഡൗട്ട് ഉണ്ട് അല്ലേ? യെസ്, അപ്പൊ നമുക്ക് അതൊന്ന് ചെയ്യാം. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. മറ്റേ ക്വസ്റ്റ്യൻ കാണിച്ചു. ഫസ്റ്റ് ഒന്ന് ബാലൻസ് ഷീറ്റ് ഒന്ന് വേഗത്തിൽ കോപ്പി ചെയ്താൽ നന്നായിരുന്നു. ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഇതാണ് ബാലൻസ് ഷീറ്റ്. ഒന്ന് വേഗം കോപ്പി ചെയ്തേ, സ്പീഡ് ആവട്ടെ. SH&R പാർട്ട്നേഴ്സ്. SHR റേഷ്യോ പറഞ്ഞിട്ടില്ല കേട്ടോ, റേഷ്യോ തന്നിട്ടില്ല. രഞ്ജിത ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതായിരുന്നു അല്ലേ നേരത്തെ? ആണോ രഞ്ജിത? നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ രഞ്ജിത മാത്രമേ ടാലി ചെയ്യലെന്ന് പറഞ്ഞു, ബാക്കിയൊന്നും ചെയ്തില്ല, കോപ്പി അടിച്ച് വെക്കായിരുന്നു. ചെയ്തിട്ടുണ്ടോ ക്ലാസ്സിൽ? അരുൺ സാർ ചെയ്തിട്ടുണ്ട്. അരുൺ സാർ എന്ന ക്വസ്റ്റ്യൻ അത്. ഓക്കെ ശരി. മക്കളെ വേഗം കോപ്പി ചെയ്തോ. ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ജനറൽ റിസർവ് ഉണ്ട് 20,000 കേട്ടോ. എസിന്റെ ക്യാപിറ്റൽ 40,000, H 30,000, രൂപേഷ് 10,000, ടോട്ടൽ 80,000. അസറ്റ് സൈഡിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി 40,000, ഫർണിച്ചർ 5,000, ഡെറ്റേഴ്സ് 30,000, സ്റ്റോക്ക് 21,000, ഇൻവെസ്റ്റ്മെന്റ് 24,000. വേഗം ഫാസ്റ്റ് ആവട്ടെ. ബാലൻസ് ഷീറ്റ് ഒന്ന് വേഗം കോപ്പി ചെയ്തേ. കഴിഞ്ഞോ മക്കളെ? ബാലൻസ് ഷീറ്റ് കഴിഞ്ഞോ? വേഗാവട്ടെ കേട്ടോ, എല്ലാവരും വേഗത്തിൽ ഫാസ്റ്റ് ആയിട്ട് കോപ്പി ചെയ്യാം കേട്ടോ. കഴിഞ്ഞോ മക്കളെ? കഴിഞ്ഞെങ്കിൽ ഐസി കാണിച്ചേ. ബാലൻസ് ഷീറ്റ് കഴിഞ്ഞോ? സാറെല്ലാം എല്ലാവർക്കും ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്തേക്ക്. കഴിഞ്ഞോ മിൻഹ? ബാലൻസ് ഷീറ്റ് കഴിഞ്ഞോ? അഡ്ജസ്റ്റ്മെന്റ് കാണിച്ചു തരാം. അഡ്ജസ്റ്റ്മെന്റ്സ്. ഹണി ഡൈഡ്. ആരാണ് മരിച്ചത് മക്കളെ? ഹണി ഡൈഡ് ഓൺ 30/6/2014. ഹണി മരിച്ചുപോയി. ദ പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രൊവൈഡ്സ് ദ representative of the deceased partner shall be entitled to balance of the capital account of deceased partner. മരിച്ചുപോയ ആളുടെ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കണം.
ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണം അപ് ടു ദ ഡേറ്റ് ഓഫ് ഡെത്ത്. ഹിസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് അപ് ടു ദ ഡേറ്റ് ഓഫ് ഡെത്ത് ഓൺ ദ ആവറേജ് പ്രോഫിറ്റ് ഓഫ് ലാസ്റ്റ് 3 years പ്രോഫിറ്റ്. കഴിഞ്ഞ 3 വർഷത്തെ പ്രോഫിറ്റിന്റെ ശരാശരിയുടെ അടിസ്ഥാനത്തിൽ മരിച്ച ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റ് കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കണേ. ഹിസ് ഷെയർ ഓഫ് എനി അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ആസ് പെർ ലാസ്റ്റ് ബാലൻസ് ഷീറ്റ്. ലാസ്റ്റ് ബാലൻസ് ഷീറ്റിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്ത വല്ല പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതായത് റിസർവോ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കണത്. കൊടുക്കാനും കൊടുത്തില്ലെങ്കിൽ പറഞ്ഞാലും അത് കൊടുക്കണം കേട്ടോ. നിർബന്ധമായിട്ടും റിസർവ് ഒക്കെ ഉണ്ടെങ്കിൽ കൊടുക്കണം. പിന്നെ പ്രോഫിറ്റ് ഫോർ ദ ലാസ്റ്റ് 3 years, കഴിഞ്ഞ 3 വർഷത്തെ പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? എങ്കിൽ അസർട്ടൈൻ ദ എമൗണ്ട് പേയബിൾ ടു ദ ലീഗൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ഹണി. ഹണിയുടെ ലീഗൽ റെപ്രസെന്റേറ്റീവിന് എത്ര രൂപ കൊടുക്കാനുണ്ടെന്ന് കണ്ടുപിടിക്കണം. ലീഗൽ റെപ്രസെന്റേറ്റീവ് നോമിനിയാണ്. ഹണി മരിച്ചു പോയപ്പോൾ ആർക്കാണോ ഹണിക്ക് കൊടുക്കാനുള്ള പൈസ കൊടുക്കേണ്ടത് അയാളെയാണ് ലീഗൽ റെപ്രസെന്റേറ്റീവ് എന്ന് പറയാം, എക്സിക്യൂട്ടർ എന്ന് പറയാം. ക്ലിയർ ആയോ? ക്ലിയർ ആണെന്ന് കൈശി കാണിച്ചെല്ലാവരും? യെസ്. അപ്പൊ ഹണിയുടെ എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് വരയ്ക്കണം, ഹണിയുടെ ലീഗൽ റെപ്രസെന്റേറ്റീവ് അക്കൗണ്ട് വരെ. സിമ്പിൾ ആണിത്. എടാ പറഞ്ഞുതരാം. ഫസ്റ്റ് വേഗം അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിക്കോ. ബാലൻസ് ഓഫ് ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് ഡിസീസ്ഡ് പാർട്ണർ. ഡിസീസ്ഡ് പാർട്ണറുടെ ക്യാപിറ്റൽ കൊടുക്കണം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണം. എത്ര ശതമാനം? 8% കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ജിയ ഡൗട്ട് ആണോ? കേട്ടില്ലടാ. ഏത് ക്വസ്റ്റ്യനില്ല? ഇപ്പൊ തന്ന ക്വസ്റ്റ്യനിലോ? കാണിച്ചേ. കറക്റ്റ് ആണല്ലോ. ലൈബിലിറ്റിയിലോ? ഇല്ല. 80 + 20 1 lakh, 1 lakh 20, 1,20,000. ഇല്ല ഇല്ല, 1,20,000 തന്നെയാ. ഇത് എളുപ്പല്ലേ? 80 + 20 1 ലക്ഷം, 1 + 20 1,20,000. കറക്റ്റ്. അപ്പൊ കാൽക്കുലേറ്റർ തെറ്റിപ്പോയി. കാൽക്കുലേറ്റർ എവിടെ? ഓക്കെ ശരി ശരി. സർ അഡ്ജസ്റ്റ്മെന്റ്. ഓക്കെ അഡ്ജസ്റ്റ്മെന്റ് കാണിച്ചോ സർ? അഡ്ജസ്റ്റ്മെന്റ്. ഓക്കെ, അഡ്ജസ്റ്റ്മെന്റ് കോപ്പി ചെയ്ത് കഴിഞ്ഞോ മക്കളെ? കോപ്പി ചെയ്തോ? വേഗമായിട്ട് ഫാസ്റ്റ് ആവട്ടെ. അപ്പൊ നമ്മുടെ ലീഗൽ റെപ്രസെന്റേറ്റീവിന്, മരിച്ചുപോയ ഹണിയുടെ ലീഗൽ റെപ്രസെന്റേറ്റീവിന് എത്ര രൂപ കൊടുക്കണം എന്നാണ്. അഭിമന്യു ഡൗട്ട് ആണോ? അത് എഴുതിയിരിക്കാനാണോ? അഭിമന്യു എന്താടാ? എന്താ? ഇതിലൊക്കെ ആളാരാന്ന് നിങ്ങൾക്ക് അറിയാലോ. ഞാനല്ല ഇതിന്റെ ആള്. ഇതിന്റെ ആൾ ആരായിരിക്കും? 2020 മാർച്ചിലാണ് അല്ലേ? അപ്പൊ ഇവിടെ 21 ആക്കണം സാർ. ഇത് അല്ല 20 ആക്കിയാൽ മതി. 2020 മക്കളെ. 30/6/2020 കേട്ടോ. 30/6/2020. വേഗാട്ടെ ഇതിലാക്കിയാൽ മതി. യെസ്. 2020 ബാലൻസ് ഷീറ്റ്. 2020 മാർച്ചിൽ അവസാനിക്കുന്ന ഒരു ബാലൻസ് ഷീറ്റ് ആണ്. മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ മെയ് ഏതാ മാസം? 6-ാം മാസമാണ് മരിച്ചത് കേട്ടോ. ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ മാസത്തിലാണ് മരിച്ചത് കേട്ടോ. അപ്പൊ 30 ജൂൺ 2020 മരിച്ചത്. ഓർമ്മ വേണം കേട്ടോ മക്കളെ. ജൂൺ 30-ാം തീയതിയാണ് മരിച്ചത്. നമ്മുടെ ബാലൻസ് ഷീറ്റ് അവസാനിക്കുന്ന എന്നാ? യെസ്, മാർച്ച് 31 2020 കേട്ടോ. അപ്പൊ അതിന് ശേഷമുള്ളതാണ് അയാളുടെ അത്രയും നാളെ നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടായിട്ടുള്ളത്. ഓർമ്മ വേണം കേട്ടോ. യെസ്. ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? എല്ലാവരുടെയും ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? ക്വസ്റ്റ്യൻ കഴിഞ്ഞ കൈശി കാണിച്ചു എല്ലാവരും? യെസ്. അപ്പൊ നമുക്ക് ഇയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാം. സാറേ ഈ അഡ്ജസ്റ്റ്മെന്റ് മാത്രം ഒന്ന് മുകളിലേക്ക് എടുത്തിടോ, ചെറുതാക്കിയിട്ടൊന്ന്. യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ലീഗൽ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ഹണിയുടെ എക്സിക്യൂട്ടീവ്സ് അക്കൗണ്ട് വരയ്ക്കാം. ഓക്കെ, അപ്പൊ ഹെഡിങ് കൊടുക്കുമ്പോൾ ഹണീസ് ലീഗൽ റെപ്രസെന്റേറ്റീവ് അക്കൗണ്ട് എന്നോ അല്ലെങ്കിൽ ഹണീസ് എക്സിക്യൂട്ടീവ്സ് അക്കൗണ്ട് എന്നോ കൊടുക്കണം കേട്ടോ. യെസ്, അത്രയും മതി. ഓക്കെ, യെസ്. അപ്പൊ നോക്കുക. അപ്പൊ ഹെഡിങ് കൊടുക്കുക എല്ലാവരും. ഹണീസ് ലീഗൽ റെപ്രസെന്റേറ്റീവ് അക്കൗണ്ട് അല്ലെങ്കിൽ എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് അങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല. എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട്. ഇത് ചിലപ്പോൾ മരിച്ചു പോയത് മാത്രമല്ല, റിട്ടയർമെന്റ് ടൈമിലും ഇയാളുടെ അക്കൗണ്ട് മാത്രം വരയ്ക്കാൻ പറയും. റിട്ടയർ ആയ ആളുടെ മാത്രം കേട്ടോ. അപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. നമുക്ക് ആരെ വിളിക്കാം? particulars amount. ആഗ്ന
എക്സാം ആണ് 2 ദിവസം കഴിഞ്ഞാൽ, ഓർമ്മ വേണം. അപ്പൊ ആദ്യം എന്ത് ചെയ്യുന്നത്? ക്യാപിറ്റൽ അല്ലേ മക്കളെ. ഈ ലീഗൽ റെപ്രസെന്റേറ്റീവ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ആ മരിച്ചു പോയ ആളുടെ മാത്രം ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ 3 പേരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാറില്ലേ? റീവാലുവേഷൻ അക്കൗണ്ട് കഴിഞ്ഞിട്ട് വരയ്ക്കാറില്ലേ? അതില് മരിച്ച ആളുടെ മാത്രം അക്കൗണ്ട് വരയ്ക്കുന്നതിനെയാണ് അയാളുടെ അക്കൗണ്ട് വരയ്ക്കാന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ സഫാനെ ആദ്യം നമ്മൾ എന്താ ചെയ്യാറ്? ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആദ്യം എന്താ ചെയ്യാറ്? അവരുടെ ക്യാപിറ്റൽ അല്ലേ എഴുതാറ്? ബാലൻസ് ബ്രോഡ് എന്ന് പറഞ്ഞിട്ട് അല്ലേ സഫാനെ? അല്ലേ മോനെ? ആ ക്യാപിറ്റൽ എത്രയാ ഹണിയുടെ? അവ എഴുതിയിട്ട് എന്ത് ആ പറയും മോനെ, വേഗം പറയ്. എന്ത് കാര്യന്നാ ചോദിക്കെന്നാ? റേഷ്യോ തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈക്വലി. മക്കളെ റേഷ്യോ ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ തുല്യമായിട്ട് വീതിക്കണം. മനസ്സിലായോടാ? ഓക്കെ ഓക്കെ. അടുത്ത ആള് സാർ, റേഞ്ച് ഉള്ള ഒരാളെ വിളിക്കുക വേഗം. ആ മേഘ പറഞ്ഞോടാ. ബാലൻസ് ബ്രോഡ് ആണ് എത്ര ഹണിയുടെ? എത്ര? 30,000. യെസ്. റിസർവ് ഉണ്ടോടാ ക്വസ്റ്റ്യനില്? ജനറൽ റിസർവ് ഉണ്ടോ? ജനറൽ റിസർവ് എത്രയാ മക്കളെ? ജനറൽ റിസർവ് 20,000 അല്ലേ? അത് 3 പേർക്ക് വിധിച്ചു കൊടുക്കണ്ടേ? 3 പാർട്ണർ ഇല്ലേ? അപ്പോ 20,000 ഇൻറ്റു റേഷ്യോ പറഞ്ഞിട്ടുണ്ടോടാ? റേഷ്യോ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 1:1:1. അപ്പൊ 1/3 വരും. എത്ര? 20,000 ഇൻറ്റു 1/3. 66.7. അപ്പൊ 6,667 എഴുതാം അല്ലെ? റൗണ്ട് ചെയ്ത് എഴുതിക്കൊള്ളു മക്കളെ. 6,666.6 ആണ് വരുന്നത്. അപ്പൊ 6,667 എഴുതാം കേട്ടോ. നമ്മൾ ക്യാപിറ്റൽ എഴുതി, അയാളുടെ ക്യാപിറ്റൽ എഴുതി, പിന്നെ റിസർവ് വിധിച്ചു കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ പറയുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ പറയുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെ കൊടുക്കണ്ടേ? അറ്റ് 8% പെർ ആനം അപ് ടു ദ ഡേറ്റ് ഓഫ് ഡെത്ത്. കണ്ടോ? മരിച്ച ഡേറ്റ് വരെയുള്ളത്. അപ്പൊ അയാളുടെ ക്യാപിറ്റൽ 30,000 അല്ലേ? അപ്പൊ 30,000 ഇൻറ്റു എത്ര പെർസെന്റേജ് അക്സ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്ര പെർസെന്റേജ് കൊടുക്കാനാ പറയണ അക്സ? അപ്പൊ 8/100 ചെയ്താൽ ഒരു ഇയറിലല്ലേ കിട്ടുക? പെർ ആനം അല്ലേ? നമുക്ക് പെർ ആനത്തിന്റെ കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം പുള്ളിക്കാരൻ ഇന്ന് മരിച്ചുപോയി, 30th ജൂണിൽ മരിച്ചു അല്ലേ? അപ്പൊ മാർച്ച് വരെയാണ് നമ്മുടെ ബാലൻസ് ഷീറ്റിന്റെ ഡേറ്റ്. ബാലൻസ് ഷീറ്റിന്റെ ഡേറ്റ് നോക്കണം. ചിലപ്പോൾ ഡിസംബർ ആവാം. അപ്പൊ ഡിസംബർ ആണെങ്കിൽ ജനുവരി തൊട്ട് കൗണ്ട് ചെയ്യണം. ഇത് മാർച്ച് ആയതുകൊണ്ട് ഏപ്രിൽ തൊട്ട് കൗണ്ട് ചെയ്യാം. അപ്പൊ ഏപ്രിൽ, മെയ്, ജൂൺ. ജൂൺ 30 അല്ലേ മരിച്ചത്? 6-ാം മാസം. അപ്പൊ 3 മന്തേ നമ്മുടെ ബിസിനസ്സിൽ അയാൾ ഉണ്ടായിട്ടുള്ളൂ ഈ വർഷം. ശരിയല്ലേ? അപ്പൊ ഇൻഡു സോറി കാണിച്ചു സാറേ തൊട്ട് മുമ്പ് ബാലൻസ് ഷീറ്റ് കാണിച്ച്. അല്ലല്ല, ഡിസംബർ ആണോ? ഇപ്പഴത്തെ ഒരു ബാലൻസ് ഷീറ്റ് കണ്ടത് ഏതാ? തൊട്ട് മുമ്പത്തെ 31 ഡിസംബർ ആണോ ബാലൻസ് ഷീറ്റ്? ആണെങ്കിൽ കൈവശം കാണിച്ച്. യെസ്. ഡിസംബർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ജനുവരി തൊട്ട് കൗണ്ട് ചെയ്യണം. അപ്പൊ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. എത്ര മാസം ഉണ്ടടാ? അക്സ പോയാ? അക്സ പറഞ്ഞോ. എത്ര മന്താ? 6 മന്ത്. അപ്പൊ ഇൻഡു 6/12 ചെയ്യണം. അപ്പൊ എത്ര കിട്ടും? യെസ്. അപ്പൊ 30,000 ഇൻറ്റു 8/100 ഇൻറ്റു 6/12 എത്ര കിട്ടും? 1,200. യെസ്. അടുത്ത് എന്താ കൊടുക്കാൻ പറഞ്ഞേക്കണേ? അടുത്ത് പറഞ്ഞ അടുത്ത അഡ്ജസ്റ്റ്മെന്റ് ഹിസ് ഷെയർ ഓഫ് പ്രോഫിറ്റ്. ആരുടെ? ഹണിയുടെ അല്ലെ? അപ്പൊ ഹിസ് അല്ല, ഹെയർ ആയിരിക്കും. ഹെർ ഷെയർ ഓഫ് പ്രോഫിറ്റ് അപ് ടു ദ ഡേറ്റ് ഓഫ് ഡെത്ത് ഓൺ ദ ആവറേജ് ഓഫ് ലാസ്റ്റ് 3 years പ്രോഫിറ്റ്. കഴിഞ്ഞ 3 വർഷത്തെ പ്രോഫിറ്റിന്റെ ശരാശരിയുടെ അടിസ്ഥാനത്തിൽ അല്ലെ? അപ്പൊ കഴിഞ്ഞ 3 വർഷത്തെ പ്രോഫിറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയൊക്കെയാ? ലാസ്റ്റ് 3 yearsലെ പ്രോഫിറ്റ് എത്രയാടാ? 30,000 ഉണ്ട്, പ്ലസ് 40,000 ഉണ്ട്, പ്ലസ് എത്രയാ? 50,000 ഡിവൈഡ് ബൈ എന്ത് ചെയ്യണം? ആവറേജ് കാണാൻ ഡിവൈഡ് ബൈ 3 ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 40 ആണോ? 40. യെസ്. ഈ 40,000 ഇൻറ്റു പുള്ളിക്കാരന്റെ ഷെയർ അല്ലേ? അപ്പൊ 40,000 ഇൻറ്റു ഇയാളുടെ ഷെയർ എത്രയാ? 1/3 അല്ലേ വരിക?
1/3 ഇൻറ്റു മരിച്ച ഡേറ്റ് വരെ കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കണേ, ഈ പ്രോഫിറ്റ് കൊടുക്കുമ്പോൾ മരിച്ച ഡേറ്റ് വരെ കൊടുക്കാവൂ കേട്ടോ. ശ്രദ്ധിക്കാം, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ 40,000 ആണ് നമ്മുടെ ആവറേജ് പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കാനാ പറയണേ കേട്ടോ. ആവറേജ് ഓഫ് ദ ലാസ്റ്റ് 3 years പ്രോഫിറ്റ് കണ്ടോ. മരിച്ച ആൾക്ക് മരിച്ച ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റ് കൊടുക്കേണ്ടത് കഴിഞ്ഞ 3 വർഷത്തെ ശരാശരി പ്രോഫിറ്റിന്റെ അടിസ്ഥാനത്തിലാണ്. ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. കഴിഞ്ഞ 3 വർഷത്തെ പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 30,000, 40,000, 60,000. ഇത് മൂന്നും കൂടി കൂട്ടുക, ബൈ 3 ചെയ്യുക. അപ്പൊ 40,000 കിട്ടും. അതേ ഇൻറ്റു അയാളുടെ ഷെയർ 1/3 ഇൻറ്റു 6 മാസത്തേക്ക്. 6 മാസം കഴിയുമ്പോൾ മരിച്ചില്ലേ, 6/12. അപ്പൊ എത്ര കിട്ടൂടാ? എത്ര കിട്ടും എമൗണ്ട്? അന്ന എത്ര കിട്ടൂടാ എമൗണ്ട്? 40,000 ഇൻറ്റു 1/3 ഇൻറ്റു 6/12. കാൽക്കുലേറ്റർ ഇല്ലേ കയ്യിൽ നിന്ന്? വേഗം ചെയ്തെന്ന്. ആ വേഗം ചെയ്. 40,000 ഇൻറ്റു 1/3 ഇൻറ്റു 6/12. കിട്ടിയോ? കാൽക്കുലേറ്റർ ഇല്ലേ കയ്യില്? കിട്ടിയോ? 6,666 മക്കളെ? വേറെ ആരാ വിളിച്ചെന്നാ? ഈ കൊച്ചാനെ ഞാൻ ഇരിക്കുകയാണല്ലോ. അന്ന അടുത്തത് അഭിജിത്തെ എന്ന് പറഞ്ഞ. അഭിജിത്തെ 40,000 ഇൻറ്റു 1/3 ഇൻറ്റു 6/12 എത്രയാടാ? ആ അപ്പൊ 6,667 എഴുതാ അല്ലെ, റൗണ്ട് ചെയ്യുമ്പോ. യെസ്. അതെന്തെന്ന് പറയുതാടാ? മരിച്ച ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റ് എന്തെന്ന് പറയുതാ? പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ്. മക്കളെ മറന്നു പോകരുത് കേട്ടോ. ഒന്നും അറിയില്ല നിങ്ങൾക്ക് അല്ലേ? നിങ്ങൾ എന്തെന്ന് ഇത് പഠിക്കണേ നിങ്ങള്? മക്കളെ മരിച്ച ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റിനെയോ റിട്ടയർ ആകുന്നത് വരെയുള്ള പ്രോഫിറ്റിനെയോ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് എന്ന് പറയാ. കാരണം വർഷത്തിന്റെ ഇടയിൽ വെച്ചിട്ടല്ലേ മരിച്ചു പോകുന്നേ, അല്ലെങ്കിൽ റിട്ടയർ ആയി പോകുന്നേ. അപ്പൊ അതുവരെയുള്ള പ്രോഫിറ്റിനെ നമ്മൾ അക്കൗണ്ടിങ് ലാംഗ്വേജിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് എന്നാണ് പറയാ. ക്ലിയർ ആയോടാ? ഇഷ ക്ലിയർ ആയില്ലേ? യെസ്, ഓക്കെ. അപ്പൊ ഇവിടെ മരിച്ച ആൾക്ക് ആവറേജ് ഓഫ് ലാസ്റ്റ് 3 years കഴിഞ്ഞ 3 വർഷത്തെ പ്രോഫിറ്റിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കണം. കഴിഞ്ഞ 3 വർഷത്തിന്റെ ശരാശരി എത്ര? ബൈ 3 40,000. 40,000 ഇൻറ്റു അയാളുടെ ഷെയർ ഇൻറ്റു അപ് ടു ദ ഡേറ്റ് ഓഫ് ഡെത്ത്. അപ്പൊ 6/12. മറന്നു പോകരുത് കേട്ടോ ഇത് ചെയ്യാൻ. 6/12. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ചെയ്യുമ്പോഴും അത് ചെയ്യണം. ഓക്കെ അല്ലേ? ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ കൊടുക്കാനായിട്ട്? റിസർവ് കൊടുത്തു ഓൾറെഡി അല്ലേ? വേറെ എന്തെങ്കിലും എഴുതാനുണ്ടോ മക്കളെ? എല്ലാവരും ക്ലിയർ ആണെന്ന് കഴിച്ച് കാണിച്ചേ. ഗുഡ് വിൽ ഉണ്ടെങ്കിൽ ഗുഡ് വിൽ കൊടുക്കണം കേട്ടോ. ഗുഡ് വിൽ ഉണ്ടെങ്കിൽ ഗുഡ് വിൽ കൊടുത്തു വിടണം. അതിവിടെ ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടില്ല. ഇനി ഒരു കാര്യം കൂടി പറയാം. ക്വസ്റ്റ്യനില് ചിലപ്പോൾ ഡ്രോയിങ്സ് പറയാം. ഡ്രോയിങ്സോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സോ ഉണ്ടെങ്കിൽ ഏത് സൈഡിൽ എഴുതാ ശ്രീമല്ലേ? ക്വസ്റ്റ്യനിൽ ഡ്രോയിങ്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ഈ എക്സിക്യൂട്ടീവ്സ് അക്കൗണ്ടിൽ ഏത് സൈഡിൽ എഴുതാ? കേട്ടില്ല? ഡെബിറ്റ് സൈഡിൽ എഴുതണം കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചോ. അപ്പൊ ഡെബിറ്റ് സൈഡിൽ നമുക്ക് ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ഡെബിറ്റിൽ എഴുതണം, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ഡെബിറ്റിൽ എഴുതണം. ക്ലിയർ ആയോ? ക്ലിയർ ആണ് കഴിച്ച് കാണിച്ച എല്ലാവരും? യെസ്. ഇനി ഇത് ബാലൻസ് ചെയ്യാ. ബാലൻസ് എമൗണ്ട് ആണ് ആരുടെ? ഹണീസ് ലീഗൽ റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ ഹണീസ് എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എഴുതേണ്ടത്. യെസ്. ആരെ വിളിക്കാം? ബാലൻസ് ആരാണ്? കെയ്ത്ത് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഒന്ന് കൂട്ടി പറഞ്ഞേടാ. 30,000, 6,667, 1,200, 6,667. ഓക്കെ. 40 ഇതാണോ മക്കളെ? 44,534 ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. 44,534 ആണ് നമ്മുടെ ആൻസർ കേട്ടോ. ഇത് എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് എക്സാമിന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇതാണ് നമ്മുടെ ആൻസർ കേട്ടോ. ഇയാൾക്ക് കൊടുക്കാനുള്ള പൈസ, മരിച്ചുപോയ ആളുടെ ലീഗൽ റെപ്രസെന്റേറ്റീവിന് കൊടുക്കാനുള്ള പൈസ 44,534 രൂപയാണ്. ക്ലിയർ ആണോ? കത്തിയെങ്കിലും കഴിച്ച് കാണിച്ച് എല്ലാവരും എനർജറ്റിക് ആയിട്ട് കഴിച്ച് കാണിച്ച്. ആർക്കെങ്കിലും ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ റീസാൻഡ് ചെയ്യാം. ഇതിൽ ഡ്രോയിങ്സോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സോ ഉണ്ടെങ്കിൽ നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത് സാറേ. യെസ്. അടുത്ത ആളാരാണ്? ഷമാസ ഡൗട്ടാണോ? എഴുതാനുള്ള ടൈം വേണോ? എന്ത് വേണം? ചോദിച്ചോ. ഡൗട്ട് ചോദിച്ചോ. വേഗം ചോദിച്ചോ.
ഏതാ? അതായത് ഇവിടെ പറയുന്നുണ്ട് ഹിസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് അപ് ടു ദ ഡേറ്റ് ഓഫ് ഡെത്ത്, മരിച്ച ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റ് കൊടുക്കേണ്ടത് ഓൺ ദ ആവറേജ് ഓഫ് ലാസ്റ്റ് 3 years പ്രോഫിറ്റ്. കണ്ടോ, കഴിഞ്ഞ 3 വർഷത്തെ ശരാശരി പ്രോഫിറ്റിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കണം. അപ്പൊ കഴിഞ്ഞ 3 വർഷത്തെ ലാസ്റ്റ് 3 yearsലെ പ്രോഫിറ്റ് എന്നിട്ടില്ലടാ എത്രയാ? 30,000, 40,000, 50,000. അപ്പൊ അതിന്റെ ആവറേജ് കാണാം. അപ്പൊ ഈ 3 ചെയ്യാം, അപ്പൊ 40,000 കിട്ടും. അതാണ് ആവറേജ് പ്രോഫിറ്റ്. അതേ ഇൻറ്റു ആരുടെ ഷെയർ? ഹണിയല്ലേ പോയത്, മരിച്ചു പോയത്. അപ്പൊ അതേ ഇൻറ്റു 1:1:1 അവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അല്ലേ? അപ്പൊ ഇൻറ്റു 1/3 ഇൻറ്റു അപ് ടു ദ ഡേറ്റ് ഓഫ് ഡെത്ത്, മരിച്ച ഡേറ്റ് വരെ. മരിച്ചത് 6ാം മാസം അല്ലേ, ജൂൺ 30 അല്ലേ? അപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ജനുവരി, ജൂൺ വരെ നോക്കുമ്പോൾ 6 മാസം. 6/12 ചെയ്യാം. അപ്പൊ നമുക്ക് 6,060. അപ്പോഴും 6/12 ചെയ്യണം. അപ്പോഴും 8% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പൊ ക്യാപിറ്റൽ അയാളുടെ 30,000 അല്ലേ ഹണിയുടെ? അപ്പൊ 30,000 ഇൻറ്റു 8/100 ഇൻറ്റു അവിടെയും 6 മാസത്തേക്ക് മരിച്ച ഡേറ്റ് വരെ. മരിച്ച ഡേറ്റ് വരെ കാണുന്നത് എപ്പോഴൊക്കെയാ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണുമ്പോഴും പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് കാണുമ്പോഴാണ്. നോട്ട് ചെയ്ത് വെച്ചു. ക്ലിയർ അല്ലേ? ഓക്കെ മക്കളെ, മരിച്ച ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റ് ഇവിടെ ആവറേജ് എന്നല്ലേ പറയണേ? ചിലപ്പോൾ പ്രീവിയസ് ഇയേഴ്സ് പ്രോഫിറ്റ് എന്ന് പറയും. പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റ് എത്രയാ? 50,000. കണ്ടോ? അപ്പൊ 50,000 ഇൻറ്റു 1/3 ഇൻറ്റു 6/12 ചെയ്താൽ മതി. ആവറേജ് എന്ന് പറയുമ്പോൾ അതിന്റെ ആവറേജ് കണ്ടിട്ട് കൊടുക്കണം. ക്ലിയർ ആയോ? ചോദിക്കാറുണ്ട് പ്രീവിയസ് ഇയർ പ്രോഫിറ്റിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കണമെന്ന് കേട്ടോ. അന്നപൂർണ്ണ ഡൗട്ട് ഉണ്ടോ? ചോദിച്ചു. ഗുഡ് വില്ല് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഗുഡ് വില്ല്, ഇയാളുടെ ഷെയർ ഓഫ് ഗുഡ് വില്ല് കണ്ടുപിടിച്ചിട്ട് ഇവിടെ ഗുഡ് വില്ല് എഴുതിയാൽ മതി അന്നപൂർണ്ണ. മറ്റു രണ്ടുപേരും കൊടുക്കണ്ടേ? വെറുതെ ഗുഡ് വില്ല് എഴുതിയാലും കുഴപ്പമില്ല, കാരണം കൊടുക്കാനുള്ളത് നമ്മൾ ഇവിടെ എഴുതാറില്ലേ. എടുക്കുന്നത് എഴുതണ്ട, കാരണം എടുക്കുന്നത് അവരുടെ കോളത്തിൽ നിന്നല്ലേ. അതുകൊണ്ട് കൊടുക്കുന്നത് മാത്രം ഇവിടെ എഴുതിയാൽ മതി കേട്ടോ. അന്നപൂർണ്ണ ക്ലിയർ ആയോ? നീരജ് ഡൗട്ട് ആണോ? ചോദിച്ചു. പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 3 yearsലെ പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടില്ലേ? അപ്പൊ 30,000, 40,000, 50,000 അല്ലേ? അപ്പൊ പ്രോഫിറ്റ് ഫോർ ദ ലാസ്റ്റ് 3 years ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇയർ തരും, 2019, 18, 17 തരും. അപ്പൊ നമ്മൾ തൊട്ട് വർഷത്തെ ഏതാന്ന് നോക്കിയിട്ട് അത് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോകാലോ മക്കൾ. ഇത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഒന്നും ചെയ്യാൻ കിട്ടുന്നില്ലെങ്കിൽ അറിയാവുന്ന അത്രയെങ്കിലും ചെയ്ത് വെക്കുക എല്ലാവരും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ കാണിച്ചറേ. നമുക്കിനി ഗുഡ് വില്ലിന്റെ ഒരു ജേണൽ എൻട്രി കൂടി ചെയ്യാം നമുക്ക്, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ബ്രേക്ക് തരാം. ഗുഡ് വില്ലിന്റെ ഒരു ജേണൽ എൻട്രി കേട്ടോ. വേഗം ഒന്ന് കോപ്പി ചെയ്ത് വേഗം സ്പീഡിൽ കോപ്പി ചെയ്യാം കേട്ടോ. MU&S, മിറ്റു, ഉദിത് ആൻഡ് സണ്ണി ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വലി ആണ്. സണ്ണി ആണ് റിട്ടയർ ആവുന്നത്. സണ്ണി റിട്ടയർ ആവാണ്. അപ്പൊ ഫേമിന്റെ ഗുഡ് വില് 54,000 രൂപയാണ്. നോ ഗുഡ് വിൽ അക്കൗണ്ട് അപ്പിയറിംഗ്. ബുക്സിൽ വേറെ ഗുഡ് വിൽ ഒന്നുമില്ല, ഓൾറെഡി അപ്പിയറിംഗ് ആയിട്ട് ഗുഡ് വിൽ ഒന്നുമില്ല. മിത്തു ആൻഡ് ഉദിത് ഷെയർ ഫ്യൂച്ചർ പ്രോഫിറ്റ് തന്നിട്ട് 3:2. ഫ്യൂച്ചർ പ്രോഫിറ്റ് തന്നിട്ടുണ്ട് കേട്ടോ. 3:2 ആണ്. യെസ്, ആ ഫ്യൂച്ചർ പ്രോഫിറ്റ് എന്നുള്ളത് കളഞ്ഞേ സാറേ. മിത്തു ആൻഡ് ഉദിത് ആ സെന്റൻസ് ഇട്ടോ. ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ളത് ഫുള്ള് കളഞ്ഞ ലൈൻ. മിത്തു ആൻഡ് ഉദിത്. മക്കളെ വേഗം ആവട്ടെ, ക്വസ്റ്റ്യൻ കോപ്പി ചെയ്ത് വേഗം ആവട്ടെ. ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? എഴുതി വെച്ചോ. ഇത് ഉറപ്പായിട്ടും ജേണൽ എൻട്രി വരും. ഗുഡ് വില്ലിന്റെ ഉറപ്പാണ് ഒരു ക്വസ്റ്റ്യൻ ജേണൽ എൻട്രി കേട്ടോ. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചിട്ട് പോകണം എല്ലാവരും കേട്ടോ. നോക്കാം നമുക്ക് ആരൊക്കെയാണ് പാർട്ട്നേഴ്സ്. ആരെ വിളിക്കാം? അഭിനവേ, ആരൊക്കെ പാർട്ട്നേഴ്സ് ഇടാ? അഭിനന്ദ്, ആരൊക്കെ മോനെ പാർട്ട്നേഴ്സ്? മിട്ടുപൂച്ചനെ അറിയോ? തങ്കുപ്പൂച്ചനെയോ അറിയില്ലേ? മിട്ടുപൂച്ച, തങ്കുപ്പൂച്ച അറിയില്ല? ഓക്കെ, മിട്ടു, ഉദിത്, സണ്ണി അല്ലടാ. അവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എങ്ങനെയാ? അപ്പൊ 1:1 ഈക്വലി ആണ് കേട്ടോ മക്കളെ. ക്വസ്റ്റ്യൻ ഈക്വലി എന്ന് പറഞ്ഞേക്കണത്. അതിൽ 6 റിട്ടയർ ആവണേടാ.
സണ്ണിയാണ് റിട്ടയർ ആവണം. അപ്പൊ സണ്ണിയുടെ എന്ത് കാണണം? സണ്ണീസ് ഗുഡ് വിൽ കാണണം, വേണ്ടേ? യെസ്. അവിടെ ഫേമിന്റെ ഗുഡ് വിൽ ആണ് എത്ര രൂപ? ഫേമിന്റെ ഗുഡ് വിൽ ആണ് എത്ര രൂപ? സ്ഥാപനത്തിന്റെ ഗുഡ് വിൽ ആണ്. ഈ സ്ഥാപനത്തിന്റെ ഗുഡ് വില്ലിൽ നിന്നും റിട്ടയർ ആയി പോകുന്ന ആളുടെ ഗുഡ് വിൽ കണ്ടുപിടിക്കാൻ സണ്ണിയുടെ ഷെയർ എത്രയാ? 1 അല്ലേ? 1/3 ചെയ്യാം. എത്ര കിട്ടും അപ്പൊ 1/3 ചെയ്യുമ്പോ? 54,000 ഇൻറ്റു ഇത് 1:1:1 ആയതുകൊണ്ടാണ് 1/3 ചെയ്തേ. 3:2:1 ആണെങ്കിൽ 1/6. അങ്ങനെ ആ റേഷ്യോ നോക്കണം കേട്ടോ. യെസ്. എത്ര പേരോടാ? 18,000. ഈ ഗുഡ് വിൽ ആരാ കൊടുത്തു വരണ്ടടാ? സണ്ണി എന്ന് പറയുന്ന പുള്ളിക്കാരൻ റിട്ടയർ ആയി പോകുമ്പോൾ ആരാണ് ഈ ഗുഡ് വിൽ കൊടുത്തു വരേണ്ടത്? ഓൾഡ് പാർട്ട്ണർ എന്നല്ല പറയാ, എക്സിസ്റ്റിംഗ് പാർട്ട്ണർ, നിലവിലുള്ള പാർട്ട്ണർ അല്ലെ. റിട്ടയർ ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള നിലവിലുള്ള പാർട്ട്ണർ ആരൊക്കെയാ? മിട്ടുവും ഉദിത്തും. എങ്ങനെ കൊടുക്കാൻ ഗുഡ് വില്ലിന് ജേണൽ എൻട്രി പറഞ്ഞേ? ഓർമ്മയില്ല. അത് ഏത് റേഷ്യോയിലെ കൊടുക്കുക? ഈ 18,000 രൂപ ഏത് റേഷ്യോയിലെ കൊടുക്കുക? ഗെയിനിങ് റേഷ്യോയില്. മക്കളെ ന്യൂ റേഷ്യോ പറഞ്ഞിട്ടില്ലെങ്കിൽ ഓൾഡ് റേഷ്യോ തന്നെയാണ് ഗെയിനിങ് റേഷ്യോ. 1:1 തന്നെയാണ് ഗെയിനിങ് റേഷ്യോ. ക്ലിയർ ആണെങ്കിൽ റേഷ്യോ കാണിച്ച മക്കളെ. യെസ്. ന്യൂ റേഷ്യോ ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കണം. ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ വെച്ചിട്ട് ഗെയിനിങ് റേഷ്യോ കാണണം. ഇവിടെ ന്യൂ റേഷ്യോ ഇല്ല. അപ്പൊ ഓൾഡ് റേഷ്യോ തന്നെയാണ്, 1:1 തന്നെയാണ് ഗെയിനിങ് റേഷ്യോ. അപ്പൊ മിട്ടു കൊടുക്കേണ്ടത് എത്രയാടാ? മിട്ടു നമ്മുടെ സണ്ണിക്ക് കൊടുക്കേണ്ടത് എത്രയാ? അതുപോലെ ഉദിത്ത് സണ്ണിക്ക് കൊടുക്കേണ്ടത് എത്രയാടാ? കണ്ടുപിടിച്ചേ. 18,000 ഇൻറ്റു 1:1 അല്ലേ ഗെയിനിങ് റേഷ്യോ. അപ്പൊ 1/2 അല്ലേ? അതുപോലെ ഇവിടെയും 18,000 ഇൻറ്റു 1/2 എത്ര വരും? 18,000ന്റെ പകുതി 9,000. മക്കളെ ക്ലിയർ അല്ലേ? കൈശി കാണിച്ചേ. ക്ലിയർ ആണ്? കൈശി കാണിച്ചേ. ജേണൽ എൻട്രി അല്ലേ എഴുതാൻ പറഞ്ഞേക്കണേ. ജേണൽ എൻട്രി എന്താ വരിക? ജേണൽ എൻട്രി എഴുതാൻ പറയുമ്പോൾ ജേണൽ വരച്ച് എഴുതാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഡേറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. പർട്ടിക്കുലേഴ്സ്, ഡെബിറ്റ്, ക്രെഡിറ്റ്, അറ്റ്ലീസ്റ്റ് ആ 3 കോളെങ്കിലും നിങ്ങൾ എഴുതാൻ ശ്രദ്ധിക്കുക കേട്ടോ. ജേണൽ എൻട്രി എഴുതാൻ പറയുമ്പോൾ കേട്ടോ. പർട്ടിക്കുലേഴ്സ്, ഡെബിറ്റ്, ക്രെഡിറ്റ് എന്ന് പറഞ്ഞ ജേണൽ എൻട്രി. പറഞ്ഞോ ജേണൽ എൻട്രി പറഞ്ഞേ. മിട്ടുവും ഉദിത്തും ആർക്കെ കൊടുക്കണേ? സണ്ണിക്ക്. ജേണൽ എൻട്രി പറഞ്ഞേ. മിട്ടൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ഉദിത്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ആർക്കെ കൊടുക്കണേ മോനെ? ടു സണ്ണീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. യെസ്. അതിൽ എത്ര എമൗണ്ട് പറഞ്ഞ? മിട്ടു കൊടുക്കുന്നത് 9,000 രൂപ, ഉദിത്ത് കൊടുക്കുന്നത് 9,000 റുപ്പീസ്, ടോട്ടല് 18,000. ഓക്കെ അല്ലേ? ഇപ്പൊ ഗുഡ് വില് ഡിസ്ട്രിബ്യൂട്ടഡ്. നരേഷൻ കൂടി എഴുതി വെക്കണം കേട്ടോ, നരേഷൻ മറന്നു പോരുത്. ഗുഡ് വില് ഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? എല്ലാവർക്കും ജേണൽ എൻട്രി ക്ലിയർ ആണെങ്കിൽ കൈശി കാണിച്ച എല്ലാവരും എനർജറ്റിക് ആയിട്ട് കൈശി കാണിച്ചേ. മക്കളെ ഈ എൻട്രി ഉറപ്പാണ് കേട്ടോ. റിട്ടയർമെന്റ് ഡെത്തിൽ ഇങ്ങനെ തന്നെയാ. ഇപ്പോ സണ്ണി മരിച്ചു പോയാലും ഇങ്ങനെ തന്നെയാ. അപ്പൊ എൻട്രി എന്താ വരിക? മിട്ടൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ്, ഉദിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ് ടു സണ്ണീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പൊ ഡെത്ത് വന്നാലും റിട്ടയർമെന്റ് വന്നാലും ഗുഡ് വില് കൊടുക്കാനുള്ള എൻട്രി എന്താ? എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. സെറ്റ് ആണോ? ഇഷ ക്ലിയർ ആയില്ല എൻട്രി? ഈ എൻട്രി ഷുവർ ആയിട്ടും വരും. നന്നായി പഠിക്കുക. അപ്പൊ എല്ലാവർക്കും ജേണൽ എൻട്രി ക്ലിയർ ആയല്ലോ. ആർക്കെങ്കിലും എൻട്രി ഡൗട്ട് ഉണ്ടെങ്കിൽ റീസാൻഡ് ചെയ്ത് പറഞ്ഞുതരാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റീസാൻഡ് ചെയ്ത്. അന്നപൂർണ്ണ ക്ലിയർ അല്ലേ എൻട്രി? നിരഞ്ജൻ, അമൽ കൃഷ്ണ ക്ലിയർ, തേജസ്, ആസിയ എല്ലാവർക്കും ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ എൻട്രി? എൻട്രി നന്നായി പഠിക്കുക. അക്സ എല്ലാവർക്കും ഓക്കെ. മിൻഹ, ഫാത്തിമ ക്ലിയർ അല്ലടാ? ശ്രീമൽ, ഗൗതം, ദിയ, ഫാത്തിമ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. ഈ എൻട്രി നന്നായി പഠിക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. കൊടുത്തു വിടുക കേട്ടോ. നിലവിലുള്ള പാർട്ണർ എന്ത് ചെയ്യുക? മരിച്ചു പോയുന്ന ആൾക്കോ അല്ലെങ്കിൽ റിട്ടയർ ആകുന്ന പാർട്ണറോ കൊടുത്തു വിടുമ്പോൾ എൻട്രി ആണിത് കേട്ടോ. യെസ്. ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യണേ മുമ്പ് നിങ്ങൾക്ക് ഒരു എത്ര മിനിറ്റ് സാറേ? 5 മിനിറ്റ് ബ്രേക്ക് തരാം. 5 മിനിറ്റ്സിൽ ഇട്ട് കറക്റ്റ് ടൈമിന് വരണേ. കറക്റ്റ് ടൈമിന് തിരിച്ചു 5 മിനിറ്റ് ബ്രേക്ക്. ഇതിൽ ഇത് കളഞ്ഞേക്ക് സാറേ. ന്യൂ റേഷ്യോയിലായി. കളഞ്ഞു. മക്കളെ എല്ലാവരും ക്വസ്റ്റ്യൻ കോപ്പി ചെയ്തോ. തനു, പ്രിയ ആൻഡ് മായ ആർ പാർട്ട്നേഴ്സ്. ജേണൽ എൻട്രി കേട്ടോ, മറ്റേ ലൈൻ മാത്രം. ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 3:2:1 ആണ്. പ്രിയ റിട്ടയേഴ്സ് ആൻഡ് ഓൺ ദ ഡേറ്റ് ഓഫ് പ്രിയാസ് റിട്ടയർമെന്റ് ഗുഡ് വിൽ ഈസ് വാല്യൂഡ് അറ്റ് 90,000. അപ്പൊ ഫേമിന്റെ ഗുഡ് വിൽ ആണ് 90,000. ഗുഡ് വിൽ ഓൾറെഡി അപ്പിയേഴ്സ് ഇൻ ദ ബുക്സ് ഉണ്ട് കേട്ടോ. അപ്പൊ ഓൾറെഡി അപ്പിയറിംഗ് ഉണ്ട്. അപ്പൊ അതിന്റെ എൻട്രി ചെയ്തണം. 2 എൻട്രി ചെയ്തണം കേട്ടോ. ഓക്കെ.
അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, വേഗം ക്വസ്റ്റ്യൻ കോപ്പി ചെയ്തോ. തനു, പ്രിയ ആൻഡ് മായ ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2:1. Priya retires and on the date of Priya's retirement, goodwill is valued at rupees 90,000. Goodwill already appears in the books at a value of rupees 48,000. Okay. Make the necessary journal entries. Make the necessary journal entries. വേഗാവട്ടെ. തനുവും പ്രിയയും മായയും പാർട്ട്ണർമാരാണ്. അവരുടെ റേഷ്യോ വന്നിട്ടുണ്ട് 3:2:1 ആണ്. അതിൽ പ്രിയയാണ് റിട്ടയർ ആവുന്നത് കേട്ടോ മക്കളെ. യെസ്, അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. തനു ഉണ്ട്, പ്രിയ, മായ, ഇവര് 3 പേരാണ് പാർട്ട്ണർമാർ അല്ലെ. അവരുടെ റേഷ്യോ ഉണ്ടല്ലോ 3:2:1. യെസ്, ഇതിൽ ആരാ റിട്ടയർ ആവുന്നേ? പ്രിയ റിട്ടയേഴ്സ് ആണ്. പ്രിയയാണ് റിട്ടയർ ആവുന്നത് കേട്ടോ. പ്രിയ റിട്ടയർ ആകുമ്പോൾ നോക്കിയേ, ഓൺ ദ ഡേറ്റ് ഓഫ് പ്രിയാസ് റിട്ടയർമെന്റ് ഗുഡ്വിൽ ഈസ് വാല്യൂഡ് അറ്റ് rupees 90,000. ഗുഡ്വിൽ ഈസ് വാല്യൂഡ് എന്ന് പറഞ്ഞാൽ ഫേമിന്റെ ഗുഡ്വിൽ ആണ്, പ്രിയയുടെ ഗുഡ്വിൽ എന്ന് പറയുന്നില്ല കേട്ടോ. പ്രിയാസ് ഷെയർ ഓഫ് ഗുഡ്വിൽ എന്ന് പറയുന്നില്ല, പ്രിയയുടെ റിട്ടയർമെന്റ് സമയത്ത് എന്നാണ് അർത്ഥം ആ സെന്റൻസിന്റെ. കണ്ടോ, ഓൺ ദ ഡേറ്റ് ഓഫ് പ്രിയാസ് റിട്ടയർമെന്റ്, പ്രിയേനെ റിട്ടയർ ആകുന്ന സമയത്ത് ഗുഡ്വിൽ 90,000 രൂപയാണ്. അത് പ്രിയയുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ അല്ല കേട്ടോ, അത് ഫേമിന്റെ ഗുഡ്വിൽ ആണ്. അതിൽ നിന്ന് പ്രിയയുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ കണ്ടുപിടിക്കണം. ആരെ വിളിക്കാം? പ്രിയാസ് ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു, എങ്ങനെ കണ്ടുപിടിക്കുക ദിയ? പ്രിയാസ് ഗുഡ്വിൽ എങ്ങനെ കാണാൻ ദിയ? പറഞ്ഞ ദിയ? 90,000 ഫേമിന്റെ ഗുഡ്വിൽ ഇൻറ്റു ആരുടെ ഷെയർ? 2/6. മക്കളെ 2 അല്ലേ പ്രിയയുടെ ഷെയർ? ഇതെല്ലാം കൂടി കിട്ടുമ്പോ 6. അപ്പൊ 6ൽ 2 ഭാഗം എത്ര കിട്ടും? അപ്പൊ 90,000 × 2/6 എത്രയാടാ? 30,000. ഈ 30,000 ആര് കൊടുത്തു വിടണം? തനുവും കൊടുക്കണം, അതുപോലെ തന്നെ മായയും കൊടുക്കണം അല്ലേ. എങ്ങനെ കൊടുക്കണം? ഏത് റേഷ്യോയില? ഗെയിനിങ് റേഷ്യോ എന്ത് തന്നെയാ വരിക? 3:1 ആയിരിക്കും വരിക അല്ലെ. അപ്പൊ തനു നമ്മുടെ പ്രിയക്ക് കൊടുക്കണത് എങ്ങനെ കാണാ പറഞ്ഞേ? 30,000 3/4. അടുത്തത് നമ്മുടെ മായ പ്രിയക്ക് കൊടുക്കുന്നത് കണ്ടുപിടിക്കാൻ 30,000 × 1/4 എത്ര വരും എന്ന് പറഞ്ഞേ? 3/4 1/4 ചെയ്യുമ്പോൾ 22,500 7,500 ആണോ വരണേ? യെസ് മക്കളെ, ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈശി കാണിച്ച എല്ലാവരും. അപ്പൊ പ്രിയ റിട്ടയർ ആകുമ്പോൾ പ്രിയയുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ 30,000 ആണ്. ഈ 30,000 ആര് കൊടുത്തു വരണം? തനുമായും കൊടുത്തു വരണം. ഏത് എൻട്രിയില്? 3:1 ആണ് നമ്മുടെ ഗെയിനിങ് റേഷ്യോ കേട്ടോ. അപ്പൊ ഇനി ജേണൽ എൻട്രി ആരെ വിളിക്കാം? ജേണൽ എൻട്രി ആരെ വിളിക്കാം സാറേ? കൃഷ്ണപ്രിയ ജേണൽ എൻട്രി പറയണ. തനുമായും ഗുഡ്വിൽ കൊടുത്തു വിടുമ്പോൾ ജേണൽ എൻട്രി പറഞ്ഞ മോനെ. തനൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ. ആരത്? മായാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രിയാസ് ക്യാപിറ്റൽ അക്കൗണ്ട്. എമൗണ്ട് പറഞ്ഞേ. 22,500 7,500 ടോട്ടല് 30,000. മക്കളെ ക്ലിയർ ആണെങ്കിൽ വീശി കാണിച്ച എൻട്രി ക്ലിയർ ആണെങ്കിൽ ഇത് ജേണൽ വരച്ച് എഴുതണം കേട്ടോ എപ്പോഴും. യെസ്, ഇനി ഓൾറെഡി അപ്പിയറിംഗ് ആയിട്ട് 48,000 രൂപയിലെ മക്കളെ ഓൾറെഡി അപ്പിയേഴ്സ് എന്ന് പറഞ്ഞാൽ, ഓൾറെഡി അപ്പിയേഴ്സ് അല്ലെങ്കിൽ അപ്പിയേഴ്സ് എന്ന് പറഞ്ഞാൽ മക്കളെ, അപ്പിയേഴ്സ് എന്ന് കണ്ടാൽ കേട്ടോ, അപ്പിയേഴ്സ് എന്ന് കണ്ടാൽ എന്ത് ചെയ്യണം? അപ്പിയേഴ്സ് കണ്ടാൽ റൈറ്റ് ഓഫ് ചെയ്യണം. അതിന് ജേണൽ എൻട്രി എന്താ? അപ്പിയേഴ്സ് വന്നാൽ റൈറ്റ് ഓഫ് ചെയ്യാനുള്ള ജേണൽ എൻട്രി ആര് പറയും? റീസെന്റ് ചെയ്ത് അപ്പിയേഴ്സ് എന്ന് കണ്ടാൽ ആ ഗുഡ്വിൽ എന്താ ചെയ്യേണ്ടത്? എല്ലാ പാർട്ണറിനും കൊടുക്കണം, ഇൻക്ലൂഡിങ് റിട്ടയറിംഗ് പാർട്ണർ. ഓക്കെ, അതിന് ജേണൽ എൻട്രി ആരാ പറയാ? റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ എൻട്രി ആരാ വിളിക്കാം? ഐറ എൻട്രി പറഞ്ഞടാ. അപ്പിയേഴ്സ് ഗുഡ്വിൽ ഉണ്ടെങ്കിൽ അതെങ്ങനെ റൈറ്റ് ഓഫ് ചെയ്യുക? റൈറ്റ് ഓഫ് ചെയ്യാനുള്ള എൻട്രി പറഞ്ഞേ. ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓൾ പാർട്ണർ പറയുമ്പോൾ ഏതൊക്കെ പാർട്ണറാ? തനൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, തനൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, പ്രിയാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ. രണ്ടാമത്തെ പാർട്ണർ പ്രിയ ആയിരുന്നു. പ്രിയാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, മായാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്വിൽ. മക്കളെ ഓൾറെഡി അപ്പിയർ എന്ന് പറഞ്ഞാൽ ഈ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലുള്ള ഗുഡ്വിൽ ആണ്.
നമ്മൾ ക്യാപിറ്റൽ ഡെബിറ്റ് സൈഡിലല്ലേ വീതിക്കുക. അപ്പൊ ഡെബിറ്റ് സൈഡിൽ ഗുഡ് വിൽ എന്ന് പറയുമ്പോൾ എൻട്രിയിൽ ക്രെഡിറ്റ് ആവും കേട്ടോ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എത്ര എമൗണ്ട് ഇടാ? 48,000 ഒന്ന് വീതിച്ച് കൊടുത്തേ. 48,000 3:2:1 ഒന്ന് വീതിച്ചേ. 48,000 × 3/6 2/6 1/6 എത്ര വരും? മ്യൂട്ട് ചെയ്യല്ലേ ഐറ, പറയ്. 24,000. അടുത്തത് 16,000 8,000 ആണോ? രണ്ട് എൻട്രി കിട്ടിയില്ലേ മക്കളെ? 2 എൻട്രി ചിലപ്പോൾ 4 മാർക്കിനൊക്കെ ചോദിക്കും. എല്ലാവർക്കും എൻട്രി ക്ലിയർ ആണോ? അപ്പൊ ഓൾറെഡി അപ്പിയേഴ്സ് പറഞ്ഞ ശ്രീമല എൻട്രി ക്ലിയർ ആയോ? ഓൾറെഡി അപ്പിയേഴ്സ് പറഞ്ഞത് റൈറ്റ് ഓഫ് ചെയ്യാനുള്ള എൻട്രി എന്താ? ഓൾ പാർട്ട്നേഴ്സ്, എല്ലാ പാർട്ട്ണറും ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ഗുഡ് വിൽ കേട്ടോ. അത് അഡ്മിഷനിലാണെങ്കിൽ ഈ എൻട്രി തന്നെയാണ് കേട്ടോ. അഡ്മിഷനിലാണെങ്കിലും എന്താ ചെയ്യുക? ഓൾറെഡി അപ്പിയർ ആണെങ്കിൽ അവിടെ ഓൾഡ് പാർട്ണറെ വരില്ല, ന്യൂ പാർട്ണറിന് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ഗുഡ് വിൽ. ക്ലിയർ ആയോ? ഒന്ന് കഴിച്ച് കാണിച്ച എല്ലാവരും. അഡ്മിഷനിൽ ഓൾഡ് പാർട്ട്ണർ, റിട്ടയർമെന്റത്തിൽ ഓൾ പാർട്ട്നേഴ്സ്. സെറ്റ് അല്ലേ മക്കളെ? സഫാനെ ക്ലിയർ അല്ലടാ? കെയ്ത്തെ ഓൾറെഡി അപ്പിയർ ആണെങ്കിൽ റിട്ടയർമെന്റ് ഡെത്തിൽ ഓൾ പാർട്ട്നേഴ്സ് ALL. അഡ്മിഷനിലോ ഓൾഡ് പാർട്ട്നർ. സെറ്റ് അല്ലേ? ആണോ? യെസ്. അപ്പൊ അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ഇത് കോപ്പി ചെയ്ത് കഴിഞ്ഞല്ലോ. മാച്ചോട്ടെ. കഴിഞ്ഞില്ലല്ലോ എല്ലാവരുടെ എൻട്രി? കഴിഞ്ഞല്ലോ. കഴിയാത്ത റീസെറ്റ് ചെയ്തോ. അന്ന കഴിഞ്ഞോ? യെസ്, മായ്ക്കുവാണേ. അടുത്ത ക്വസ്റ്റ്യൻ കാണിക്കാം സാറേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ന്യൂ റേഷ്യോ കാണാനാണ്. ന്യൂ റേഷ്യോ വേഗം ക്വസ്റ്റ്യൻ ചെയ്തോ. ന്യൂ റേഷ്യോ കാണേണ്ട ക്വസ്റ്റ്യൻ. വേഗം ക്വസ്റ്റ്യൻ കോപ്പി ചെയ്തോ. A, B and C ആർ പാർട്ട്നേഴ്സ് ആണ്. അവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2:1 ആണ്. അതിൽ B ആണ് റിട്ടയർ ആകുന്നത് കേട്ടോ. B ആണ് റിട്ടയർ ആകുന്നത്. B റിട്ടയർ ആകുന്ന സമയത്ത് ഹിസ് ഷെയർ വാസ് ഡിവൈഡഡ് ഈക്വലി ബിറ്റ്വീൻ A ആൻഡ് C. ബിന്റെ ഷെയർ ആര് ഏറ്റെടുത്തു? എയും സിയും ഏറ്റെടുത്തു. എങ്കിൽ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണേ. വേഗം ആയിക്കോട്ടെ. വേഗം കോപ്പി ചെയ്ത ക്വസ്റ്റ്യൻ. മക്കളെ നാളെ മോർണിംഗ് ക്ലാസ് ഉണ്ട് കേട്ടോ. നാളെ ഈവനിങ് AI ക്ലാസ് ഉണ്ട്, അറിയാലോ. നാളെ ഈവനിങ് AI ക്ലാസ് ഉണ്ട്. നാളെ മോർണിംഗ് ഇതിന്റെ ഡൗട്ട് ക്ലിയർ സെക്ഷൻ ഉണ്ട്. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം നിങ്ങൾക്ക് കേട്ടോ. ക്വസ്റ്റ്യൻ വേഗം കോപ്പി ചെയ്തോ. ഓക്കെ, നമുക്ക് നോക്കാം. ABC ആണ് 3 പാർട്ട്ണർമാർ അല്ലേ? A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. ഓക്കെ അല്ലേ? യെസ്. ഇവിടെ ABCയുടെ റേഷ്യോ എത്രയാ? 3:2:1 ആണ്. ഇതിൽ ആരാ റിട്ടയർഡ് ആവണേ? B ആണ് റിട്ടയർഡ് ആണ്. അപ്പൊ ബിന്റെ ഷെയർ എത്രയാ? ബിന്റെ ഷെയർ 2/6 ആണെങ്കിൽ കഴിച്ച് കാണിച്ച്. 2/6 ആണെങ്കിൽ കഴിച്ച് കാണിച്ച്. ഈ 2/6 ആരേറ്റെടുക്കുന്നു? എയും സിയും ഏറ്റെടുക്കുന്നു. ഏത് റേഷ്യോയില്? ഈക്വലി. അപ്പൊ 1:1 ഈക്വലും. ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? അതായത് ബി എക്ക് കൊടുക്കുന്നത് 2/6 × 1/2 പകുതി. കണ്ടോ? ഈക്വലി എന്നല്ലേ പറഞ്ഞേ? കണ്ടോ? ബി റിട്ടയർ ആകുമ്പോൾ ബിന്റെ ഷെയർ ആര് ഏറ്റെടുക്കുന്നു? ഈക്വൽ ആയിട്ട് എയും സിയും ഏറ്റെടുക്കുന്നു അല്ലേ? അപ്പൊ ബിന്റെ ഷെയർ 2/6 അല്ലേ? അപ്പൊ ഈക്വൽ ആയി എന്ന് പറഞ്ഞാൽ 1:1 ഇല്ല. അതായത് 1/2 അതുപോലെ സി എന്ത് ചെയ്യുന്നു? ബി അല്ല റിട്ടയർഡ് ആവണേ. ബി സിക്ക് കൊടുക്കുന്ന എത്രയാ? ബിന്റെ ഷെയറിൽ 1/2. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ എത്ര വരും? 2/6 × 212. അതുപോലെ 2/6 × 212. ക്ലിയർ ആണെങ്കിൽ വീശി കാണിച്ച എല്ലാവരും. അതായത് 2/6 ആണ് ബിന്റെ ഷെയർ. അതിന്റെ പകുതി ബി എക്ക് കൊടുക്കുന്നു, പകുതി ബി സിക്ക് കൊടുക്കുന്നു. ക്ലിയർ ആയോ?
ക്ലിയർ ആയോ? ഒന്ന് കൈവശി കാണിച്ച എല്ലാവരും? യെസ്. അപ്പോൾ ഇനി എയുടെ ന്യൂ ഷെയർ എത്രയാ? ആരാ വിളിക്കാം? എയുടെ കയ്യിൽ എത്ര ഉണ്ടായിരുന്നു ഓൾറെഡി അറിയാലോ. അപ്പൊ എയുടെ ന്യൂ ഷെയർ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? എയുടെ പഴയ ഷെയർ എത്രയാ? പഴയ ഷെയർ എത്ര കൃഷ്ണനുണ്ണി? എന്റെ പഴയ ഷെയർ എത്രയാ? 6 പ്ലസ് എന്തും കൂടി കിട്ടി എക്ക്? ബിയുടെ കയ്യിൽ നിന്ന് എത്ര കിട്ടി? 2/12 കിട്ടി. അപ്പൊ എങ്ങനെ കൂട്ടാ? ഡിനോമിനേറ്റർ നോക്കാം മക്കളെ. വലിയ ലാർജസ്റ്റ് ഡിനോമിനേറ്റർ ഏതാ? 12 ആണ്. അപ്പൊ 6നെ 12 ആക്കണമെങ്കിൽ എത്ര വെച്ച് ഇൻറ്റു ചെയ്യണം? താഴെ മുകളിൽ ഇൻറ്റു ചെയ്യണം. അപ്പൊ 3 × 2 6, 6 × 2 12 പ്ലസ് 2/12. അടിയിൽ രണ്ട് സെയിം ആണെങ്കിൽ നമുക്ക് നേരിട്ട് പ്ലസ് ചെയ്യാം. അപ്പൊ 6+2 എത്രയാ? 8/12. അപ്പൊ 8/12 ആണ് നമ്മുടെ എയുടെ ന്യൂ ഷെയർ. ഇനി ബിന്റെ അല്ല സിന്റെ ന്യൂ ഷെയർ എങ്ങനെ കാണാം? നീ തന്നെ പറഞ്ഞോ. സീസ് ന്യൂ ഷെയർ എങ്ങനെ കാണാം? സിയുടെ പഴയ ഷെയർ എത്രയാ? പോയവൻ. സിയുടെ പഴയ ഷെയർ എത്രയാ? 1/6 പ്ലസ് ബി കൊടുത്തിട്ട് പോയത് സിക്ക്, ബി കൊടുത്തിട്ട് പോയത് സിക്ക് 2/12. ഇതെങ്ങനെ കൂട്ടാ? ഡിനോമിനേറ്റർ സെയിം ആക്കണം. വലിയ ഡിനോമിനേറ്റർ 12 ആണ്. അപ്പൊ 6ന് 12 ആക്കണമെങ്കിൽ 2 വെച്ച് ഇൻറ്റു ചെയ്യണം. അപ്പൊ 1 × 2 2, 6 × 2 12. അപ്പൊ 2 + 2/12. അപ്പൊ 2 + 2 എത്രയായി? 4/12. അപ്പൊ റേഷ്യോ എത്രയാ വന്നേ? 8/12ഉം 4/12. അപ്പൊ 8:4. വേണമെങ്കിൽ കട്ട് ചെയ്യാൻ 4-ല്. 2:1 എന്ന് കിട്ടും. ഇതാണ് ന്യൂ റേഷ്യോ. മക്കളെ ന്യൂ റേഷ്യോ ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവശി കാണിച്ച എല്ലാവരും. ന്യൂ റേഷ്യോ ക്ലിയർ ആണെങ്കിൽ ഒന്ന് എനർജറ്റിക് ആയിട്ട് കൈവശി കാണിച്ച എല്ലാവരും നോക്കട്ടെ. ഇതിൽ ഗെയിനിങ് റേഷ്യോ എത്രയാ? ഗെയിനിങ് റേഷ്യോ ആർക്കെങ്കിലും പറയാമോ? ഗെയിനിങ് റേഷ്യോ അദ്വൈതേ, ഗെയിനിങ് റേഷ്യോ എത്രയാണ്? അവർക്ക് ഗെയിൻ കിട്ടിയത് എങ്ങനെയാ? മറ്റാൾക്കാർ പോയപ്പോ അവർക്ക് എങ്ങനെ ഗെയിൻ കിട്ടിയേക്കണേ? ഗെയിൻ അത് നമ്മള് ന്യൂ റേഷ്യോ പറയാത്തപ്പോഴ്. ഇവിടെ ഗെയിൻ കിട്ടിയേക്കണ എങ്ങനെയാ? ബി പോയത് കൊണ്ട് എക്ക് സിക്ക് എത്രത്തോളം ഗെയിൻ കിട്ടി? ഹാഫ് പോർഷൻ വെച്ച് കിട്ടിയില്ലേ? പകുതി പകുതി. അപ്പൊ എത്ര റേഷ്യോ വരിക? 1:1. ക്ലിയർ ആയില്ലേ? ഈക്വലി നല്ലേ പറയണം. അപ്പൊ 1:1 ട്ടോ. ക്ലിയർ ആയോ? ഡൗട്ട് ആണോ അവന്? അഭിമന്യു ഡൗട്ട് ആണോടാ? ഇല്ല, കുഴപ്പമില്ല. 8:4 എഴുതിയാലും കറക്റ്റ് ആണ് കേട്ടോ അഭിമന്യു. ഓക്കെ. വെട്ടി ചെറുതാക്കാൻ അറിയാൻ പാടില്ലാത്തവർ ചെറുതാക്കണ്ട. അതിൽ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ അറിയാത്തവർ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തോളൂ, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ ആണെങ്കിൽ കൈശി കാണിച്ച എല്ലാവരും ഒന്ന് എനർജറ്റിക് ആയിട്ട് കൈശി. പവൻ, നമുക്കിനി ലോൺ അക്കൗണ്ട് ചെയ്താലോ? ലോൺ അക്കൗണ്ട് ചെയ്യാം സാറേ. അടുത്ത ക്വസ്റ്റ്യൻ ലോൺ അക്കൗണ്ടിനെയാണ്. ഇത് മായ്ക്കുവാണ്. എല്ലാവരും എഴുതി കഴിഞ്ഞെന്ന് കരുതുന്നു. മായ്ക്കുവാണ് കേട്ടോ. വേഗം ക്വസ്റ്റ്യൻ കോപ്പി ചെയ്തോ. ദേവ്, ദാസ് ആൻഡ് വേദ് ആർ പാർട്ട്നേഴ്സ്. ദേവും ദാസും വേദും പാർട്ട്ണർമാരാണ്. അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയർ ചെയ്തത് 3:2:1. വേദ് റിട്ടയർ ഫ്രം ദ ഫേം. വേദാണ് ഇവിടെ റിട്ടയർ ആവണം കേട്ടോ. വേദ റിട്ടയർ ആവാണ്. എന്നാണ്? ഓൺ 1 April 2019. 2019 ഏപ്രിൽ 1 റിട്ടയർ ആകുന്നത്. ആഫ്റ്റർ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതായത് അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ അയാൾക്ക് 1 ലക്ഷം രൂപ കൊടുക്കാനുണ്ട് ഓൺ ദ ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ്. വേദ ഈസ് ടു ബി പെയ്ഡ് ഇൻ 4 equal annual installment. വേദയ്ക്ക് നമ്മൾ 4 equal annual installment, 4 equal annual installment കേട്ടോ. 4 കൊടുക്കുന്നത്. എങ്ങനെ? ഫ്രം 31st March 2020. എല്ലാ വർഷവും മാർച്ച് 31 തൊട്ടാണ് 2020 തൊട്ടാണ് തുടങ്ങണേ. അതായത് 2020 മാർച്ച് 31, 2021 മാർച്ച് 31, 2022 മാർച്ച് 31, 2023 മാർച്ച്, അങ്ങനെ 4 വർഷമായിട്ട് കേട്ടോ. ഇൻട്രസ്റ്റ് എലോങ് വിത്ത് ഇൻട്രസ്റ്റ് ആണ്. അതിന്റെ കൂടെ ഇൻട്രസ്റ്റ് കൂടി കൊടുക്കണം. 10% പെർ ആനം. എങ്കിൽ വേദയുടെ ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ അല്ലേ? വേദയുടെ ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. വേഗം ക്വസ്റ്റ്യൻ കോപ്പി ചെയ്ത് വേഗം ആവട്ടെ. സിമ്പിൾ ആണ് കേട്ടോ മക്കളെ. ഈ ലോൺ അക്കൗണ്ട് സിമ്പിൾ ആണ്. ഈ അടുത്ത കാലങ്ങളിൽ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരാത്ത ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇത് ഉറപ്പായിട്ടും വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വന്നിട്ടുണ്ട്, ഈ അടുത്ത കാലങ്ങളിൽ ചോദിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ.
ഓക്കെ മക്കളെ, ക്വസ്റ്റ്യൻ കഴിച്ച് കാണിച്ചാൽ ചെറുതാക്കിയിടും നമ്മൾക്ക്. കഴിഞ്ഞ വരുന്ന കഴിച്ച് കാണിച്ച ക്വസ്റ്റ്യൻ ലോൺ അക്കൗണ്ട് ആണ്. നന്നായി പഠിച്ചിട്ട് പോവുക, എക്സാമിന് ഉറപ്പായിട്ടും വരും കേട്ടോ. ലോൺ അക്കൗണ്ട് നന്നായി പഠിച്ചിട്ട് പോവുക. വേഗാവട്ടെ ക്വസ്റ്റ്യൻ ചെയ്തെടുത്തേ. നമുക്ക് 3 പാർട്ട്ണർമാരുണ്ട്. മൂന്നാമത്തെ ആളാണ് നമ്മുടെ വേദ എന്ന് പറയുന്ന പുള്ളിക്കാരൻ. അപ്പൊ വേദയുടെ ലോൺ അക്കൗണ്ട് ആണ് നമ്മൾ വരയ്ക്കാൻ പോണേ കേട്ടോ. വേദാസ് ലോൺ അക്കൗണ്ട്. അപ്പോൾ വേദാസ് ലോൺ അക്കൗണ്ട് എന്ന് ഹെഡിങ് കൊടുക്കാം. ലോൺ അക്കൗണ്ട് യെസ്, കാണുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പൊ എഴുതാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? ഓക്കെ, നമ്മുടെ ലെഡ്ജർ ആണ് വരയ്ക്കേണ്ടത്. ഡേറ്റ് എന്ന് പറയുന്ന കോളം, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, വീണ്ടും ഡേറ്റ്. സ്മൃതി ഇല്ലേ സാറേ? പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. നിരഞ്ജനോട് സാറേ, ഇത് ഡെബിറ്റ് സൈഡ്, ഇത് ക്രെഡിറ്റ് സൈഡ്. വേദ എന്ന് പറയുന്ന പുള്ളിക്കാരൻ റിട്ടയർ ആയപ്പോൾ അദ്ദേഹത്തിന് എത്ര രൂപ കൊടുക്കാനുണ്ടടാ? 1 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. ആ 1 lakh rupees നമ്മൾ എങ്ങനെ കൊടുക്കുന്നേ? 4 ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെന്റ്. മക്കളെ 4 ഇൻസ്റ്റാൾമെന്റ് ആയതുകൊണ്ട് ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 25,000. ഓക്കെ, ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്യാപിറ്റൽ വേദയുടെ ലോൺ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ എവിടെ എഴുതണ്ടേ? ക്രെഡിറ്റ് സൈഡിൽ എഴുതണം അല്ലേ? റിട്ടയർ ആകുന്ന സമയം എന്താ? 1 April 2019 വേദാസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എത്ര രൂപയാണ് ഫുള്ള് കൊടുക്കാനുള്ളത്? ഫുൾ എമൗണ്ട് എഴുതണം അല്ലെ? ഫുൾ എമൗണ്ട് എത്രയാടാ? 1 lakh. 1 lakh ഫുള്ള് ഇവിടെ എഴുതണം. യെസ്, ഓരോ വർഷം കഴിയുമ്പോഴും നമ്മൾ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കണ്ടേ? അപ്പൊ ഏപ്രിലാണ് തുടങ്ങുന്നത് 2019. അപ്പൊ എന്നാ അവസാനിക്കും? ഇയർ അവസാനിക്കുന്നത് എന്നാ? 31st March 2020 അല്ലേ? 19 April ആയതുകൊണ്ട് 2020 വരും. ഇൻട്രസ്റ്റ് എങ്ങനെ കാണാം? ഏതിന്റെ? ഈ 1 lakh. മക്കളെ ഇവിടെ എത്രയാണോ എമൗണ്ട് വരുന്നത് അതിന്റെ 10% കാണും. അപ്പൊ 1 lakhന്റെ 10% 10,000. യെസ്, ഇവിടെ 10,000 എഴുതാ. ഡെബിറ്റ് സൈഡിൽ എന്താ എഴുതേണ്ടത്? ഡെബിറ്റ് സൈഡിൽ ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട്. നമ്മുടെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കുക വർഷാവസാനമാണ് 31/3 ഈ ഡേറ്റ് തന്നെ 2020. ബാങ്ക് എന്നോ ക്യാഷ് എന്നോ പറഞ്ഞ് എഴുതാം. ക്യാഷ്. നമ്മുടെ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് എത്രയാ? ഓരോ ഇൻസ്റ്റാൾമെന്റ് എത്ര വെച്ച് കൊടുക്കുന്നേ? 25,000 എലോങ് വിത്ത് ഇൻട്രസ്റ്റ് അല്ലേ? ആ ഇൻസ്റ്റാൾമെന്റ് കൂടെ എന്തുകൂടി കൂട്ടണം? ഇൻട്രസ്റ്റ് കൂടി കൂട്ടണം. അപ്പൊ 25,000 പ്ലസ് നമ്മുടെ ഇൻട്രസ്റ്റ് എത്രയാ? 10,000. അപ്പൊ 25,000 പ്ലസ് 10,000 എത്ര വരാ? 35,000. 35,000. നമുക്കത് ബാലൻസ് ചെയ്യാം. അപ്പൊ 1 ലക്ഷവും 10,000 കൂട്ടുമ്പോൾ 1,10,10,000 അല്ലേ? ഈ 1,10,10,000 35,000 കുറച്ചാൽ എത്രയാ? ബാലൻസ് ക്യാരി ഡൗൺ കിട്ടും. ബാലൻസ് ക്യാരിഡ് ഓൺ 75,000. 75,000. മക്കളെ ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ച്. എല്ലാവരും ക്ലിയർ ആണെങ്കിൽ എന്താണ് സെറ്റിക്കായിട്ട് കൈവീശി കാണിച്ച്. ആദ്യം ആരാണോ റിട്ടയർ ആകുന്നത് അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഫുൾ എമൗണ്ട് കൊടുക്കാനുള്ള ഫുൾ എമൗണ്ട് ഇവിടെ എഴുതുക. വർഷാവസാനം ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്ര പെർസെന്റേജ് പറയണ? ക്വസ്റ്റ്യൻ ഇൻട്രസ്റ്റ് അത് 10% അല്ലേ? അപ്പൊ ഈ കിട്ടുന്ന എമൗണ്ടിന്റെ 10% കാണാം. 10,000 രൂപ കിട്ടും. ഇപ്പുറത്തെ ഇൻസ്റ്റാൾമെന്റ് തുക, ഇൻസ്റ്റാൾമെന്റ് 4 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടല്ലേ കൊടുക്കണേ? അപ്പൊ 25,000 അങ്ങനെ 4 വട്ടം. അപ്പൊ 25,000 കിട്ടും. പ്ലസ് ഈ ഇൻട്രസ്റ്റ് കൂടി കൂട്ടാം. അപ്പൊ 25,000 പ്ലസ് 10,000 35,000. സെറ്റ് അല്ലേ? ഒന്ന് എനർജറ്റിക് ആയിട്ട് കാണിച്ച് നോക്കട്ടെ. യെസ്, ഇങ്ങനെ ബ്രോഡ് ഡൗൺ ചെയ്യാം. അടുത്ത ആളെ വിളിച്ചോ. ഫാത്തിമ പറഞ്ഞോ. ഈ ബാലൻസ് നമ്മൾ അടുത്ത 1-ാം തീയതിക്ക് ബ്രോഡ് ഡൗൺ ചെയ്യേണ്ട ഡേറ്റ് പറഞ്ഞേ. 1/4/2020 അല്ലേ? 19 ഇവിടെ അല്ലായിരുന്നേ? 20. ബാലൻസ് ബ്രോഡ് ഡൗൺ എത്രയാ? 75,000. ഇനി വർഷാവസാനം ഇൻട്രസ്റ്റ് കാണണ്ടേ? വർഷാവസാനം എങ്ങനെയാ? 31st March 2021. ഏപ്രിൽ 1-ാം തീയതി തുടങ്ങിയാൽ 21 മാർച്ചിലല്ലേ?
ഇൻട്രസ്റ്റ് എങ്ങനെ കാണാം? ഇൻട്രസ്റ്റ് എങ്ങനെ കാണാം? ഇതിന്റെ 10% അല്ലെ, 75,000ന്റെ 10%, അപ്പൊ 7,500 വരും. ഡെബിറ്റ് സൈഡിലോ ഇൻസ്റ്റാൾമെന്റ് തുക ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ഇൻസ്റ്റാൾമെന്റ് തുക എത്രയാ? 25,000 പ്ലസ് ഏതാ ഇൻട്രസ്റ്റ്? 7,500. അപ്പൊ 25,000 7,500 കൂട്ടിയാൽ 32,500 ആണോ? നോക്കി, ഇത് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ എത്ര വരും? 75,000 7,500 82,500 ആണോ? 82,500 32,500 കുറയ്ക്കുമ്പോൾ ബാലൻസ് 50,000 കിട്ടും. 50,000 ആണ് ബാലൻസ് ക്യാരി ഡൗൺ. അടുത്ത വർഷം ആരെ വിളിക്കാം? ശ്രീമല പറഞ്ഞു. അടുത്ത 50,000 ആണ് ഇവിടെ ബാലൻസ് കിട്ടിക്കണേ. അപ്പൊ അടുത്ത ഡേറ്റ് പറഞ്ഞു. 1/4/21. ബാലൻസ് ബ്രോ ഡൗൺ 50,000. വർഷാവസാനം 31/3/2022. ഇൻട്രസ്റ്റ് എത്ര പെർസെന്റേജാ? ഇതിന്റെ 10% അല്ലേ? ഇപ്പൊ എത്ര വരും? എത്രയാ? 5,000. ഡെബിറ്റിൽ എന്ത് ചെയ്യണം? ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 25,000ന്റെ കൂടെ 5,000 കൂടി കൂട്ടി 30,000 എഴുതുക. ഇനി ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 50,000 5,000 55,000 അല്ലേ? 55,000 30,000 കുറച്ചാൽ 25,000 ആണോ? 25,000 കിട്ടും ബാലൻസ്. ലാസ്റ്റ് ഇയർ നമുക്ക് ആരെ വിളിക്കാം? പവൻ പറഞ്ഞോടാ. 4ാമത്തെ വർഷം. ഇത് 1, ഇത് 2, ഇത് 3, 4 വർഷം ചെയ്യണം. അടുത്ത 1-ാം തീയതി 1/4/2022. ബാലൻസ് ബ്രോ ഡൗൺ എത്രയാ? 25,000. ഇൻട്രസ്റ്റ് എങ്ങനെയാണ്? ഇൻട്രസ്റ്റ് 25,000ന്റെ 31/3/2023. ഇൻട്രസ്റ്റ് 25,000ന്റെ 10% എത്രയാ? 2,500 അല്ലേ? ഇപ്പുറത്ത് 31/3/2023 ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാ? 25,000ന്റെ കൂടെ 2,500 കൂട്ടുമ്പോൾ 27,500 അല്ലടാ? രണ്ട് സൈഡും ടാലി ചെയ്യില്ല, രണ്ട് സൈഡും ഈക്വൽ ആയി പോവില്ല. രണ്ട് സൈഡും അവസാനം രണ്ട് സൈഡ് 27,500 ആവും കേട്ടോ. മക്കളെ, ലോൺ അക്കൗണ്ട് ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവശി കാണിച്ച് എല്ലാവരും. എനർജറ്റിക് ആയിട്ട് കൈവശി കാണിച്ച്. എനർജി വരട്ടെ. ഡൗട്ട് ഉള്ള റീസാൻഡ് ചെയ്തു. ലോൺ അക്കൗണ്ടിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റീസാൻഡ് ചെയ്തു പറഞ്ഞുതരാം. 5 മാർക്കിന് വരെ ചോദിക്കാം കേട്ടോ. അനന്തകൃഷ്ണ ചോദിച്ചോ? വീഡിയോ ഓഫ് ചെയ്തിട്ട് പറഞ്ഞോടാ, റേഞ്ച് ഇഷ്യൂ ഇല്ലേ? അവിടെ ലാസ്റ്റ് ബാലൻസ് എത്ര കിട്ടിയേ? അത് ഇങ്ങോട്ട് 25,000 ഇങ്ങോട്ട് നമ്മൾ ബ്രോ ഡൗൺ ചെയ്തു. ഇൻട്രസ്റ്റ് എങ്ങനെ കാണാ? ഈ 25,000ന്റെ എത്ര ശതമാനം? അപ്പൊ 2,500. അപ്പൊ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 25,000ന്റെ കൂടെ 2,500 കൂട്ടുക. അപ്പൊ 27,500. അപ്പൊ ഇവിടെ കൂട്ടുമ്പോഴും രണ്ട് സൈഡ് ഈക്വലാ. അവിടെ ബാലൻസ് വരൂല. എത്തിയാ? ഓക്കെ. അടുത്ത ആള് ജിതിൻ. ഡൗട്ട് ചോദിച്ചു മോനെ, വേഗം ചോദിച്ചു. ഡേറ്റ് എഴുതണം. ഡേറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഡേറ്റ് എഴുതണം എന്നാണ് നിർബന്ധമാണ്. ഡേറ്റ് ഇല്ലെങ്കിൽ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. എമൗണ്ട് ഡേറ്റ് കിട്ടിയില്ലെങ്കിൽ ഇത് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ. അടുത്ത ആള് അഭിനവ് കൃഷ്ണ. ചോദിച്ച മോനെ. കേട്ടില്ല. അതേതാണ്? കഴിഞ്ഞ വർഷത്തെ ഡിപ്രീസിയേഷൻ. അത് കഴിഞ്ഞ വർഷത്തെ അക്കൗണ്ടൻസിയിൽ ഡിപ്രീസിയേഷൻ. ഈ വർഷം അതില്ല. അത് ഡിപ്രീസിയേഷൻ കഴിഞ്ഞ വർഷത്താണ്. ഇപ്പൊ ഓർമ്മ വന്നല്ലോ നിനക്ക്. +1 അക്കൗണ്ടൻസി ചെയ്ത് കേട്ടാ. ഓക്കെ. ഇവിടെ എപ്പോഴും ഇവിടെ വരുന്ന എമൗണ്ടിന്റെ 10% കേട്ടോ. ഓക്കെ അല്ലേ? യെസ്. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് പോലെ ചെയ്യാം കേട്ടോ. യെസ്. ഓക്കെ. ഇതിൽ ആർക്ക് ഡൗട്ട് ഇല്ലല്ലോ? ഞാനാ ഡൗട്ട്? അതില്ലേ? അമിത് എന്താ മോനെ ഡൗട്ട്?
ഏതാടാ, ഇതാണോ? അപ്പൊ ആ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് 25,000 അല്ലേ? അതിനോട് ഇൻട്രസ്റ്റ് കൂട്ടുക, 10,000 കൂട്ടുക. ഇൻസ്റ്റാൾമെന്റ് കൂടി ഇൻട്രസ്റ്റ് കൂട്ടി കൂട്ടി പോവാ എല്ലാ വർഷവും. 25,000 പ്ലസ് 10,000, 25,000 പ്ലസ് 7,500, 25,000 പ്ലസ് 5,000, 25,000 പ്ലസ് 2,500. കണ്ടോ, എപ്പോഴും അങ്ങനെ കൂട്ടി പോവാ ക്യാഷ്. സെറ്റ് ആയില്ലേ? ഓക്കെ ഓക്കെ. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ മക്കളെ? 25,000 കിട്ടിയാൽ അതിന്റെ കൂടെ ഈ ഇൻട്രസ്റ്റ് കൂട്ടിയാൽ മതി എല്ലാ വർഷവും കേട്ടോ. കഴിയാത്ത ആരെങ്കിലും റീസ് ആൻഡ് ഇത് മാച്ചോട്ടെ, അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. ഓക്കെ ആണെങ്കിൽ ഒന്ന് ഈസി കാണിച്ചു എല്ലാവരും. അടുത്ത ക്വസ്റ്റ്യൻ വേഗം കോപ്പി ചെയ്തു. A and C are partners sharing profits and losses in the ratio of equally. കുറച്ചുകൂടി വലുതായിരിക്കും സാറേ, കാണുമില്ലായിരിക്കും. A, B and C are partners sharing profits equally. On 1st April 2011, A decided to retire from the firm due to ill health. Ill health എന്നാണ്. The firm closes the books on 31st December every year. എല്ലാ വർഷവും ഡിസംബർ 31-നാണ് നമ്മുടെ ഫേം ക്ലോസ് ചെയ്യുന്നത്. The partners agreed to compute profit up to the date of retirement based on the profit earned for the year ended 31st December 2010, which amounts to rupees 60,000. Pass the necessary journal entry to record the share of profit of the retiring partner for the year 2011. വേഗം ആവട്ടെ ക്വസ്റ്റ്യൻ എഴുതിക്കോ. ജേണൽ എൻട്രി ഇതാണ് പറയണേ. അയാൾ റിട്ടയർ ആകുന്ന സമയത്തെ പ്രോഫിറ്റ് കൊടുക്കുന്ന ജേണൽ എൻട്രി എഴുതുക. അഭിനവേ, ഇൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഓക്കെ അല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരൻ റിട്ടയർ ആയിരുന്നു കേട്ടോ. ആരാ ചോദിച്ചത്? അഭിനമസേ മനസ്സിലായോ? ഇൽ ഹെൽത്ത്. നീ ഇവിടെ ഉണ്ടായിരുന്നോ? നീ എപ്പോഴാ കയറി വന്നേ മോനെ? എവിടെയായിരുന്നുടാ? ഓക്കെ. അപ്പൊ ഈവനിങ്ങിൽ കയറുന്നു പറഞ്ഞ ഈവനിങ് കയറിയില്ലല്ലോ നീ. ഈവനിങ്ങിൽ കയറുമെന്ന് പറഞ്ഞിട്ട് കയറിയില്ലല്ലോ. ഇൽ ഹെൽത്ത് എന്ന് പറഞ്ഞ മനസ്സിലായോ? ഹെൽത്ത് ഇല്ല, ഹെൽത്ത് ഓക്കെ അല്ലാത്തതുകൊണ്ട് ആള് റിട്ടയർ ആയി. ഓക്കെ. അപ്പൊ എയും ബിയും സിയും പാർട്ണർ ആണ്. എ ആണ് റിട്ടയർ ആകുന്നത് കേട്ടോ. അപ്പൊ എ റിട്ടയർ ആകുമ്പോൾ നമ്മുടെ ഡിസംബർ 31-നാണ് എല്ലാ വർഷവും അവസാനിക്കുന്നത്. പക്ഷെ ഏപ്രിലിൽ ഇദ്ദേഹത്തിന് റിട്ടയർ ചെയ്യേണ്ടി വന്നു. അപ്പൊ ഡിസംബർ 31-നാണ് നമ്മുടെ വർഷം അവസാനിക്കുന്നത്. ഏപ്രിൽ 1-ാം തീയതി പുള്ളിക്കാരൻ റിട്ടയർ ആയി. ഓക്കെ അല്ലേ? അപ്പോൾ അയാൾക്ക് ആ 3 മാസത്തെ പ്രോഫിറ്റ് കൊടുക്കണമല്ലോ. ദ പാർട്ട്നേഴ്സ് എഗ്രീഡ് ടു കമ്പ്യൂട്ട് പ്രോഫിറ്റ് അപ് ടു ദ ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ്. കണ്ടോ, റിട്ടയർ ആകുന്ന ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റ് കൊടുക്കേണ്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാ? കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റിന്റെ അടിസ്ഥാനത്തിൽ. അത് എത്രയാ? 60,000 രൂപ. ഓക്കെ അല്ലേ? അപ്പൊ ആദ്യം അയാളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം, എന്നിട്ട് ജേണൽ എൻട്രി ചെയ്താം. ഓക്കെ, ജേണൽ എൻട്രി ചെയ്തതിന് മുമ്പ് നമുക്ക് ഷെയർ ഓഫ് പ്രോഫിറ്റ് കാണാലോ. ആരെ വിളിക്കാം നമുക്ക്? അനാദി. ആരുടെ റിട്ടയർ ആവുന്ന ഇവിടെ? ആരെ റിട്ടയർ ആവുന്നേ? അപ്പൊ ഏസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് കാണണം അല്ലേ? ഏസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് അപ് ടു ദ ഡേറ്റ് ഓഫ് up to the date of retirement. റിട്ടയർ ആകുന്ന ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റ് എങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞേ? എന്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കണം എന്ന് പറഞ്ഞേ? നോക്കി, ബേസ്ഡ് ഓൺ ദ പ്രോഫിറ്റ് ഏൺഡ് ഫോർ ദി ഇയർ എൻഡഡ് 31st 2010. 2010 ഏൺ ചെയ്തിട്ടുള്ള പ്രോഫിറ്റിന്റെ അടിസ്ഥാനത്തിൽ. 2010 ഏൺ ചെയ്ത പ്രോഫിറ്റ് എത്രയാ? which amounts to rupees. അപ്പൊ 60,000 ഇൻറ്റു പുള്ളിക്കാരന്റെ ഷെയർ. പുള്ളിക്കാരന്റെ ഷെയർ എത്രയാ? ഈക്വലി എന്നല്ലേ പറഞ്ഞേക്കണേ? ഷെയറിംഗ് ഈക്വലി അല്ലേ? അപ്പൊ 3 പാർട്ണർ ഉണ്ട്. അപ്പൊ 1:1 ആണ്. അപ്പൊ എന്താ വരിക? 1/3 ഇൻറ്റു അപ് ടു ദ ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ്.
നമ്മുടെ എല്ലാ വർഷവും അവസാനിക്കുന്നത് എത്രയാ, ഏത് ഡേറ്റിലാടാ? 31 ഡിസംബറിലാണ് അല്ലേ? അപ്പൊ ജനുവരിയിലാണ് തുടങ്ങണേ. ഏപ്രിൽ അദ്ദേഹം റിട്ടയർ ആയി, ഏപ്രിൽ 1-ാം തീയതി. അപ്പൊ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, എത്ര മാസം മക്കളെ? 3 മാസത്തേക്കുള്ള പ്രോഫിറ്റ് ആണ്. അപ്പൊ ഇൻഡു നമ്മൾ ഡെത്തിൽ ചെയ്യാറില്ലേ, ആ സംഭവം തന്നെ, സെയിം തന്നെ കേട്ടോ. ഡെത്തിൽ മരിച്ച ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റ് കാണാറില്ലേ, അതേപോലെ റിട്ടയർമെന്റിലുണ്ട് കേട്ടോ. എത്ര കിട്ടാ? ആരെ വിളിക്കാം? 60,000 ഇൻറ്റു 1/3 ഇൻറ്റു 3/12. എത്രയാണ് അർഷല്ലേ? 60,000 ഇൻറ്റു 1/3 ഇൻറ്റു 3/12. എത്ര കിട്ടാൻ ആൻസർ? അർഷന്റെ ഉത്തരം പറയാൻ ആദ്യമായിട്ട് വിളിക്കണത്. എത്ര? 5,000. മക്കളെ 5,000 ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. യെസ്. അതിന് ജേണൽ എൻട്രി എന്താ വരിക? ജേണൽ എൻട്രി തന്നെ പറഞ്ഞേക്കണേ. ജേണൽ എൻട്രി എന്താ? ഇടയിൽ വെച്ച് കൊടുക്കുന്ന പ്രോഫിറ്റിന്റെ ഒരു പേര് പറയില്ലടാ, അറിയോ? ആ, വർഷം അവസാനിക്കാതെ ഇടയിൽ വെച്ച് കൊടുക്കുന്ന പ്രോഫിറ്റ് അറിഞ്ഞ? പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അറിഞ്ഞൂടാ. ഓക്കെ ഓക്കെ. അടുത്ത ആളെ വിളിക്കാം. അന്നപൂർണ പറയും. പ്രോഫിറ്റ് ആൻഡ് ലോസ് എൻട്രി. ആ, സസ്പെൻസ്. സസ്പെൻസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് പറ. അപ്പൊ എൻട്രി എന്താ? പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ആർക്കാ? 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 എ അല്ലേ? സോ എസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ച എൻട്രി. ഇത് വന്നിട്ടുണ്ട് എക്സാമിന്റെ 3 മാർക്കിന്. എസ് ക്യാപിറ്റൽ അക്കൗണ്ട് എമൗണ്ട് എത്രയാ? 5,000. എൻട്രി ചെയ്താനായിട്ട് വരും. മരിച്ച ഡേറ്റ് വരെയുള്ളതോ അല്ലെങ്കിൽ റിട്ടയർ ആകുന്ന ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റ് കൊടുത്തു വിടാനുള്ള ജേണൽ എൻട്രി ചെയ്താൻ പറയും. പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ഇട്ടിട്ട് എസ് ക്യാപിറ്റലിന് വരും. ലോസ് ആണെങ്കിൽ എന്ത് വരും? എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇട്ടിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് വരും. എമൗണ്ടിൽ കറക്ഷൻ ഉണ്ടോ നോക്കട്ടെ നവനീതേ. 60,000 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 3/12. 5,000 തന്നെയാണല്ലോ. അവനെ വിളിച്ചോ. ഡൗട്ട് ഉണ്ടോ? ആ, മാറിപ്പോയതാണ്. ഓക്കെ ഓക്കെ. ഡൗട്ട് ഇല്ലല്ലോ മോനെ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റേസ് ആൻഡ് എൻട്രിയിൽ. ഈ എൻട്രി ചോദിക്കാറുണ്ട്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എൻട്രി ചോദിക്കാറുണ്ട്. ആ പറഞ്ഞോ. ഏപ്രിൽ 1-ാം തീയതി റിട്ടയർ ആയി. അപ്പൊ ഏപ്രിൽ പ്രോഫിറ്റ് കൊടുക്കണ്ടല്ലോ. ഏപ്രിൽ 30 ആണെങ്കിലാണ് ഏപ്രിൽ കൂട്ടേണ്ടത്. മാസത്തിന്റെ അവസാനം ആണെങ്കിൽ ആ മാസം കൂടി കൂട്ടണം. മാസത്തിന്റെ ആദ്യം ആണെങ്കിൽ ആ മാസം കൂട്ടണ്ട. ക്ലിയർ ആയില്ലേ? സെറ്റ്. നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ നവനീത്. ഇതുപോലെ പലരുടെ ഉള്ളിലുണ്ടാവും ഈ ക്വസ്റ്റ്യൻ ഡൗട്ട്. കഴിഞ്ഞതിൽ നമ്മൾ ജൂൺ എടുത്തല്ലോ, ഈ വട്ടം ജൂൺ എടുത്ത്, ഇതിൽ ഏപ്രിൽ എടുത്തില്ലല്ലോ. അതല്ലേ സംഭവം. അന്ന് ജൂൺ 30 ആയിരുന്നു. സോ ജൂൺ കൂടി ഇൻക്ലൂഡ് ചെയ്യണം. കത്തിയില്ലേ? ഓക്കെ. ഇനി ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനിയിപ്പോ ഈ ക്വസ്റ്റ്യനില് ഇങ്ങനെ വരാം ചിലപ്പോ കേട്ടോ. അതിന് മുമ്പ് ആ തിയറി കൂടി പറയാലോ സാറേ. ആ, ഒരു തിയറി ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് എഴുതി കഴിഞ്ഞല്ലോ. ഒന്നുകൂടെ കാണിച്ചു സാറേ. ഒന്നുകൂടെ മുമ്പത്തെ ഇത് എഴുതി കഴിഞ്ഞല്ലോ. എല്ലാവരുടെ എഴുതി കഴിഞ്ഞോ? കൈവീശി കാണിച്ചേ. സ്റ്റെഫാനിയോ ഡൗട്ടാണോ? ആ, ലോസ് ആണെങ്കിൽ നമുക്ക് എന്താ ചെയ്യുക? ക്വസ്റ്റ്യനിൽ ലോസ് എന്ന് പറയും. പ്രീവിയസ് ഇയറിലെ ലോസ് ആയിരുന്നു എന്ന് പറയും. അപ്പൊ എൻട്രി തലതിരിച്ചിടാം. എന്താ എൻട്രി വരിക അപ്പോ? എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട്. സെറ്റ് അല്ലേ മക്കളെ? ആ, ലോസ് എന്ന് പറയും. അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഏത് ബാലൻസ് പറയും? ഡെബിറ്റ് ബാലൻസ് പറയും. ഡെബിറ്റ് ബാലൻസ് DR എന്ന് പറയും ബ്രാക്കറ്റിൽ കേട്ടോ. ലോസ് ആണ്. ഓക്കെ. ക്ലിയർ അല്ലേ സ്ട്രീമല്ലേ? ലോസ് വന്നാൽ എൻട്രി തലതിരിച്ചിരുന്നു കേട്ടോ. അപ്പൊ എസ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ്. മക്കളെ എല്ലാവർക്കും എൻട്രി ക്ലിയർ അല്ലേ? ഈ എൻട്രി വന്നിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വട്ടം വന്നിട്ട് ആർക്കും അങ്ങനെ കിട്ടിയില്ല. അപ്പൊ ഈ എൻട്രി പഠിച്ചു വെക്കുക കേട്ടോ. യെസ്. അപ്പൊ അടുത്ത ടോപ്പിക് ഒരു ഡിഫറൻസ് ആണ്. അതുകൊണ്ട് ഇനി ഒരു ടോപ്പിക് കൂടി ഉള്ളൂ കഴിഞ്ഞ ചാപ്റ്റർ. ഇതിൽ ഇത്രയാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത് കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. സാക്രിഫൈസിങ് റേഷ്യോയും ഗെയിനിങ് റേഷ്യോയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് മക്കളെ സാക്രിഫൈസ് റേഷ്യോയും ഗെയിനിങ് റേഷ്യോ ഡിഫറൻസ് ആണ്. സാക്രിഫൈസ് റേഷ്യോ എപ്പോഴേ കാണാം? അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ പാർട്ണർ. മറന്നു പോകരുത് കേട്ടോ. സാക്രിഫൈസ് റേഷ്യോ അഡ്മിഷൻ ആണ്. SA എന്ന് പറഞ്ഞു. SA സാക്രിഫൈസിങ് അഡ്മിഷൻ. ഓക്കെ അല്ലേ? സാക്രിഫൈസ് റേഷ്യോ കാണുന്നത് അഡ്മിഷൻ ടൈമിലാണ്. ഗെയിനിങ് റേഷ്യോയോ റിട്ടയർമെന്റും
ഡെത്തും സമയത്താണ്. ഇനി സാക്രിഫൈസ് റേഷ്യോ കാണാൻ ഇക്വേഷൻ എന്താ? ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആണ്. ഗെയിനിങ് റേഷ്യോ കാണാൻ ഇക്വേഷൻ എന്താ? ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. നേരെ തിരിച്ചിട്ടാ, മറന്നു പോകരുത്. ഇനി എന്താണ് സാക്രിഫൈസ് റേഷ്യോ, എന്താണ് ഗെയിനിങ് റേഷ്യോ? എന്താ സാക്രിഫൈസ് റേഷ്യോ? ദ റേഷ്യോ ഇൻ വിച്ച് ദ ഓൾഡ് പാർട്ട്നേഴ്സ് ഹാവ് എഗ്രീഡ് ടു സാക്രിഫൈസ് their share of profit in favor of the incoming partner. കണ്ടോ, പുതിയതായിട്ട് വരുന്ന പാർട്ട്ണറിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള പാർട്ട്ണർ സാക്രിഫൈസ് ചെയ്യുന്ന റേഷ്യോ ആണ് സാക്രിഫൈസിങ് റേഷ്യോ. അപ്പൊ എന്താണ് ഗെയിനിങ് റേഷ്യോ? ദ റേഷ്യോ ഇൻ വിച്ച് ദ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ഡിസൈഡ് ടു ഷെയർ ദ ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സ് പ്രോഫിറ്റ്. ഔട്ട് ഗോയിങ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോകുന്ന പാർട്ട്ണറുടെ പ്രോഫിറ്റ് കണ്ടിന്യൂയിങ് പാർട്ട്ണർ എങ്ങനെയാണോ വീതിക്കേണ്ടത്, അതാണ് ഗെയിനിങ് റേഷ്യോ. അപ്പൊ ഈ 3 ഡിഫറൻസ് പഠിച്ചു വെക്കുക. ഡൗട്ട് ആണോ? അവർ റീസൺ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ സാക്രിഫൈസ് റേഷ്യോ ഗെയിനിങ് റേഷ്യോ ഡിഫറൻസ് കിട്ടിയില്ലേ? അഭിനയമസേ, അത് എന്താണ് സാക്രിഫൈസ് റേഷ്യോ എന്നും എന്താണ് ഗെയിനിങ് റേഷ്യോ എന്നാണ് ഇവിടെ 3ാമത്തെ പോയിന്റ്. അത് ഷോർട്ട് ആക്കാനില്ല. എന്താണ് സാക്രിഫൈസ് റേഷ്യോ എന്ന് പറഞ്ഞാല്? പുതിയ ആള് വരുമ്പോ ബാക്കിയുള്ള പാർട്ണർ സാക്രിഫൈസ് ചെയ്യണം. ഗെയിനിങ് റേഷ്യോ എന്ന് പറഞ്ഞാലോ, ഒരാൾ റിട്ടയർ ആയി പോകുമ്പോൾ അയാളുടെ ഷെയർ കൂടി ബാക്കിയുള്ളവർക്ക് കിട്ടും. അതാണ് ഗെയിൻ. അപ്പൊ ഗെയിൻ വരും കേട്ടോ. അങ്ങനെ മനസ്സിലാക്കി പഠിച്ചാലും മതി, എന്നിട്ട് ഓൺവേർഡ്സിൽ എഴുതിയാലും മതി കേട്ടോ. ഹർഷലെ ക്ലിയർ ആയ? ഹർഷല ചിരിച്ചിരുന്നവിടെ, അതാണ് ചോദിച്ചിട്ടൊന്നും കിട്ടാത്തത്. MSA ചോദിച്ച മോനെ. അതായത് മോനെ സാക്രിഫൈസ് എപ്പോഴാ വരിക? പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോ ബാക്കിയുള്ള പാർട്ട്ണർക്ക് സാക്രിഫൈസ് വരും. അതിനെയാണ് സാക്രിഫൈസ് റേഷ്യോ എന്ന് പറയുക. ക്ലിയർ? അത് ഷോർട്ടാക്കാൻ ഒന്നുമില്ലടാ, അതിന്റെ ഡെഫിനിഷനാ അത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അത് അതുപോലെ പഠിക്കുകയാണ്. അത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ബാക്കി നമ്മൾ നാളെ ആയിരിക്കും അഡ്മിഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തല്ല, പ്ലെയിൻ ആക്കി സാർ. ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ നമുക്ക് ടൈം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇനി നാളെ മോർണിംഗിൽ അത് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നാളെ ഈവനിങ്ങിൽ അഡ്മിഷൻ ഓഫ് പാർട്ണറിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ, പ്ലസ് തിയറീസ്. ഓക്കെ, നോക്കാം മക്കളെ. എയും ബിയും സിയും പാർട്ട്നേഴ്സ് ആണ് കേട്ടോ. ദർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എഴുതിക്കോ. ജസ്റ്റ് എനിക്ക് തോന്നിയൊരു ക്വസ്റ്റ്യൻ ആണ്, മനസ്സിൽ തോന്നിയൊരു ക്വസ്റ്റ്യൻ ആണ്, ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. ദർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2:1. 3:2:1. ഇതില് സി റിട്ടയേഴ്സ് at the time of C's retirement, the following profits and accumulated profits and losses are എന്താണ്? The following, അല്ലെങ്കിൽ ജസ്റ്റ് അടിയിൽ എഴുതുക, ജനറൽ റിസർവ് ഉണ്ട് ബാലൻസ് ഷീറ്റിൽ കേട്ടോ. ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ദ ഫോളോയിങ് ഐറ്റംസ് ആർ ഷോൺ ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. പറഞ്ഞ ജനറൽ റിസർവ് എഴുതിയ എമൗണ്ട് ഒരു 3:2:1 അല്ലേ, ഒരു 12,000. അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ഡെബിറ്റ് ബാലൻസ് കൊടുക്കാം, ഡെബിറ്റ് ബാലൻസ് ഒരു 6,000 രൂപ. പാസ് ദ നെസസറി ജേണൽ എൻട്രീസ്, പാസ് ദ എൻട്രീസ് ഓഫ് എഴുതിയാലും മതി. എൻട്രീസ് ഓഫ് റിസർവ് ആൻഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ്, റിസർവ്സ് ആൻഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ്. ജേണൽ എൻട്രി അറിയാലോ, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ്. എൻട്രി പറഞ്ഞു, ജനറൽ റിസർവിന് എൻട്രി എന്താ മക്കളെ? റിട്ടയർമെന്റ് സമയത്ത്, റിട്ടയർ ആകുന്ന സമയത്ത് റിസർവും പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ വന്നാൽ എല്ലാ പാർട്ട്ണറിനും കൊടുക്കണം, വീതിച്ചു കൊടുക്കണം, അറിയാലോ. അപ്പൊ എൻട്രി പറഞ്ഞേ, റിസർവിന് എൻട്രി ആരെ വിളിക്കാം? ജനറൽ റിസർവ് വീതിച്ചു കൊടുക്കുമ്പോൾ എൻട്രി എന്താ? സ്റ്റെഫാനിയോ പറഞ്ഞടാ എൻട്രി. സ്റ്റെഫാനിയ എൻട്രി പറഞ്ഞടാ. ജനറൽ റിസർവ് എപ്പോഴും ക്രെഡിറ്റ് ആവണേ, ജനറൽ റിസർവ് എപ്പോഴും ഡെബിറ്റ് വരിക. അപ്പൊ എൻട്രി പറഞ്ഞേ, ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ, ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ഓൾ പാർട്ണർ. റിട്ടയർമെന്റ് ആയതുകൊണ്ട് ഓൾ പാർട്ണർ. അഡ്മിഷൻ ആണെങ്കിലോ
ഓൾഡ് പാർട്ണർ. വെരി ഗുഡ്, വെരി ഗുഡ്. മക്കളെ അഡ്മിഷൻ ആണെങ്കിൽ ഓൾഡ് പാർട്ണർ വരും. റിട്ടയർമെന്റ് എത്താകുമ്പോൾ എല്ലാവർക്കും കൊടുക്കണം. എല്ലാവർക്കും എന്ന് പറയുമ്പോൾ ആരൊക്കെ ഉണ്ട്? എസ് ക്യാപിറ്റൽ അക്കൗണ്ട്, 2 ബിസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ലാസ്റ്റ് 2 സീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. റിസർവിന്റെ എമൗണ്ട് എത്രയാ? ആരെ വിളിക്കാം സാറേ? എത്രയാ? ജോസ്ന പറയുടെ എമൗണ്ട് എത്രയാ? ജനറൽ റിസർവിന്റെ എമൗണ്ട് എത്രയാടാ? 12,000 വീതിക്കുമ്പോൾ എത്ര വരും? 6,000, 4,000, 2,000. വെരി ഗുഡ്. അടുത്ത രണ്ടാമത്തെ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ എൻട്രി ആണ് നമ്മൾ എഴുതേണ്ടത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ് അല്ലേ മക്കളെ? എളുപ്പവഴി പറഞ്ഞിട്ടുണ്ടായിരുന്നു. DR ആണെങ്കിൽ അതിനെന്ത് ചെയ്യണം? ആരെ വിളിക്കാം? സാബിത്തെ പറഞ്ഞടാ. ഡെബിറ്റ് എന്നാണ് ഇവിടെ വരണമെങ്കിൽ എന്ത് ചെയ്യണടാ അതിനെ? ലോസ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? യെസ്, അതിനെ ക്രെഡിറ്റ് ചെയ്യണം. വെരി ഗുഡ്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ. അപ്പൊ ആരാ? എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, capital account debtor, B's capital account debtor, C's capital account debtor to profit and loss. Yes, amount 6000 രൂപയാണ്. അത് വീതിക്കുമ്പോൾ 3000, 2000, 1000. കണ്ടോ മക്കളെ? പ്രോഫിറ്റ് ആൻഡ് ലോസ് DR ആണെങ്കിൽ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക, 2 എന്ന് പറഞ്ഞ് എഴുതാം. CR ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ എന്ന് എഴുതാം കേട്ടോ. മാറിപ്പോവരുത് കേട്ടോ. DR എന്ന് പറഞ്ഞാൽ ലോസ് എന്നാണ് അർത്ഥം, മറ്റേത് പ്രോഫിറ്റ് എന്നാണ് അർത്ഥം കേട്ടോ. ഓക്കെ ആണെങ്കിൽ ഇത് ഈസി കാണിച്ച എൻട്രി ക്ലിയർ ആണെങ്കിൽ, എൻട്രി ക്ലിയർ ആണെങ്കിൽ ഈസി കാണിച്ച എല്ലാവരും. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? കഴിഞ്ഞ നമ്മുടെ ഓണപ്പരീക്ഷയ്ക്ക് നമ്മുടെ അഡ്മിഷൻ ഓഫ് പാർട്ണർ സെക്കൻഡ് ചാപ്റ്ററിലെ ഗുഡ്വിൽ വരെയാണ് എക്സാമിന് ഉണ്ടായിരുന്നത്. ഗുഡ്വില്ലിന് ജേണൽ എൻട്രി മുതൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഗുഡ്വില്ലിന് ജേണൽ എൻട്രി ഉണ്ടാവും എക്സാമിന്. റിസർവ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസിന് ഈ എൻട്രീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ വട്ടം ഉണ്ടായിരുന്നില്ല, ഈ വട്ടം ഉറപ്പായിട്ട് ചോദിക്കും. പിന്നെ റീവാലുവേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ന്യൂ ബാലൻസ് ഷീറ്റ്, ഇതാണ് SA ക്വസ്റ്റ്യൻ. അഡ്മിഷനിൽ നിന്നായിരിക്കും കൂടുതൽ വരിക, കഴിഞ്ഞ വട്ടം വരാത്തത് കൊണ്ട് കേട്ടോ. പിന്നെ റിട്ടയർമെന്റ് ആൻഡ് ഡെത്തിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും പഠിക്കുക. സെറ്റ് അല്ലേ മക്കളെ? അപ്പൊ നാളെ മോർണിംഗിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററില്ലേ, ഫസ്റ്റ് ടേമിലെ അത് ഡിസ്കസ് ചെയ്ത് നാളെ ഈവനിങ്ങിൽ നമ്മുടെ സെക്കൻഡ് ടേമിലെ അഡ്മിഷൻ ഓഫ് പാർട്ണറിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ എടുത്ത ഈ റിട്ടയർമെന്റ് ആൻഡ് ഡെത്തിൽ ഇതുവരെ എടുത്ത ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ തിയറി പഠിക്കണം. അതായത് വാട്ട് ആർ ദ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഓൺ റിട്ടയർമെന്റ് ഓഫ് എ പാർട്ണർ. റിട്ടയർമെന്റ് ആകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ചെയ്യും? കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ, കാൽക്കുലേഷൻ ഓഫ് ഗെയിനിങ് റേഷ്യോ, കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വില്, റീവാലുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലൈബിലിറ്റീസ്. ഇതൊക്കെ അറിയാലോ നിങ്ങൾക്ക്. ആ തിയറി പഠിച്ചു വെക്കണം കേട്ടോ, മറന്നു പോകരുത്. ആ തിയറി പഠിക്കണം കേട്ടല്ലോ. ഓക്കെ അല്ലേ? തിയറി ക്ലിയർ ആയില്ലേ ഞാൻ പറഞ്ഞത്? യെസ്. റിട്ടയർമെന്റ് സമയത്ത് ഏതൊക്കെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുക? ആരാണത്? അമൽ കൃഷ്ണയ്ക്ക് ഡൗട്ട് ഉണ്ടോ? ചോദിച്ചാൽ അമൽ കൃഷ്ണ. ചോദിച്ചോടാ. റിട്ടയർമെന്റ് സമയത്ത് ഓൾഡ് പാർട്ണറാ, എല്ലാ പാർട്ണറും. അഡ്മിഷന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നുവെങ്കിൽ ഓൾഡ് പാർട്ണറിന് മാത്രം കൊടുത്താൽ മതി, റിസർവും ഇതും. ഓക്കെ, ഇത് റിട്ടയർ എന്നില്ലടാ, സി റിട്ടയർ എന്നല്ലേ, അതുകൊണ്ട് എല്ലാവർക്കും കൊടുക്കാം. ഇനി റിട്ടയർമെന്റ് എന്നോ അഡ്മിഷനോ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഓൾ പാർട്ണർ, എല്ലാ പാർട്ണറും. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ മക്കളെ? ഡൗട്ട് ഉള്ളവർക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഈ അടുത്ത റിട്ടയർമെന്റ് ആൻഡ് ഡെത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്തോളൂ, പറഞ്ഞുതരാം. ബാക്കിയുള്ളവർ പോയിരുന്ന് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. നാളെ മോർണിംഗിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും കേട്ടോ. CASന്റെ ഓൾറെഡി കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്, എക്സാം എടുത്തു. ആരാണ്?